എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1875 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയാർ സാറാണ്. MD MRCP, ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയന്റിസ്റ്റ്, USA. ടോപ്പിക് മനപ്രയാസങ്ങളുടെ ഇംഗ്ലീഷ് ഇക്വലന്റ് ആയിട്ട് ഞാൻ കുറെ നോക്കിയിട്ട് ഏകദേശം അടുത്ത് വരുന്നതാണ് മെന്റൽ ഡിസ്ട്രസ്. There is no such thing as a stress-free life. Stress can be managed, relieved, and lessened, but never eliminated. അതായത് മനപ്രയാസം എന്ന് പറഞ്ഞാൽ മനസ്സിന് വിഷമം തരുന്നത്, മനസ്സിന് വേദന തരുന്നത്. ഇത് ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റും യഥാർത്ഥ ജീവിതത്തിലുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസും സ്റ്റോറീസും വെച്ച് ഞാൻ അതിനെ ഇത് ചെയ്യും, കൺവിൻസ് ചെയ്യും. സോ ഇനി എന്റെ കൊട്ടേഷൻ വരികയാണ്. സ്ട്രെസ് ഫ്രീ ലൈഫ് is virtually impossible for living beings like animals, plants living beings ആണ്, and bacteria. മനസ്സിലായോ? ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു എൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ. ചുമ്മാതെ കയറി ഞാനൊരു പറഞ്ഞ പോലെ ഒരു ഇതായിട്ട് പറയുന്ന കാര്യമില്ല, ക്ലാസ് എടുക്കുന്ന പോലെ. മനസ്സിലായില്ലെങ്കിൽ ഒരു എൻ ഇട്ട് എന്ത് പറ്റി? അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഞാൻ കുറിച്ചൊന്നും പറയണ്ടേ കൂടുതൽ? എന്താണ് ചാറ്റ് ബോക്സിൽ ഒന്നും കാണുന്നില്ല? ഒരാൾ വരുന്നുണ്ട്. ഓക്കെ, ഡോക്ടർ ഗീത MG, ഗുഡ്, താങ്ക് യു. ഒരാൾക്കേ ഉള്ള മനസ്സിലാകാത്തത്. ബാക്കി എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും, ഞാൻ ഈ കോഴിക്കുഞ്ഞ് എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു തമാശക്കാണ്, ബാക്കി ഇരിക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കിയെന്നാണ്. ഓക്കെ, മനോജ് കുമാർ, ഓക്കെ, ഗുഡ്, ഓക്കെ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, രാമേന്ദ്രൻ, ഗുഡ്. ആദ്യം ആ പേടി മാറ്റണം. അതെന്റെ ഒരു ടെൻഷനാണ്. നമ്മൾ എഴുതിയ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും? ഇതാണ് പ്രശ്നം. ഈ 4 പേര് എന്ത് വിചാരിക്കും? ആ ഒരു ഫിയർ അതാദ്യം മാറ്റുക. ഓക്കെ, റിയൽ വേൾഡ് എന്താണ്? ഒരു മാനിനെ സിംഹം അറ്റാക്ക് ചെയ്യുന്നു. മാൻ വെള്ളം കുടിക്കാൻ പോവാണ്, അതിന്റെ നീടാണ്. അല്ലെങ്കിൽ പുല്ല് തിന്നാൻ പോകും, അതിന്റെ നീടാണ്. അപ്പൊ അവിടെ ഈ പ്രെഡേറ്റേഴ്സ് ആയിട്ട് പുലി, സിംഹം, കടുവ ചാടി വീണ് കൊല്ലും. അപ്പൊ മാൻ ദിവസവും പോകുന്നത് സ്ട്രെസ്സോടുകൂടിയാണ്. എഗ്രീഡ് ഏട്ടെ. കാട്ടിലെ മാൻ ഓരോ ദിവസവും അതിന്റെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന, അതിന്റെ നീടിന് തന്നെ പോകുന്നത് തന്നെ, യെസ്, താങ്ക് യു മനോജി, അത് വിത്ത് എ ലോട്ട് ഓഫ് സ്ട്രെസ് ആണ്. ഓക്കെ രാമേന്ദ്രൻജി, ഗുഡ്. അപ്പൊ മാൻ അങ്ങനെ പോകുന്നു. ശരി, മാൻ എന്താണ് കഴിക്കുന്നത്? അതും കൂടെ അടുത്തത് നോക്കാം. പുല്ല്. ആ പുല്ലിന് ലൈഫുണ്ട്. പുല്ലും ലിവിങ് ബീയിങ് ആണ്. അപ്പൊ ആ പുല്ലും ദിവസവും എന്നാ പിടിച്ചോ, എപ്പോഴും വന്ന് ഏത് മാന് വന്ന് എന്നെ കഴിക്കും. ആയോ? ഇനി നിങ്ങൾ വിചാരിക്കും പുല്ലിനൊന്നും അങ്ങനെ ഒന്നും ഇതാകത്തില്ല, പുല്ലിന് ഈ സ്ട്രെസ് ഒന്നും അറിയത്തില്ല. നമ്മളാണ് ഈ 5 സെൻസസ് ഉള്ള പഞ്ചുള്ളവരാണ്, നമുക്കേ ഉള്ളൂ, പുല്ലിനൊന്നും ഇല്ല. എന്നാ പിടിച്ചോ, അതിന്റെ ഉത്തരത വരുന്ന അടുത്ത സ്ലൈഡ്. എന്താണ് പ്ലാന്റ്സിന് എന്താണെന്നുള്ളത്? ഇഫ് യു ഡോണ്ട് നോ, BBC എർത്ത്, പ്ലാന്റ്സ് ഹാവ് ഫീലിങ്സ് ടു. ഒരുപാട് റിസർച്ചിന് വന്നിട്ടുള്ളതാണ്. പ്ലാന്റ്സിനും ഫീലിങ്സ് ഉണ്ട്. കേട്ടോ മറിയാൻ പറ്റി? അത് കാരണം വീട്ടിൽ ചീരയെല്ലാം വെച്ചിട്ട് ചെന്ന് വെട്ടി ചീര കഴിക്കാൻ പോകുമ്പോഴല്ലോ അതിന് വേദനിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്
ഇപ്പൊ കൺവിൻസ്ഡ് ആയോ? ഓൾ ലിവിങ് ബീങ്സ് ഹാവ് സ്ട്രെസ്. ഇനി ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ, എന്താണ് ബാക്ടീരിയ? അതിനകത്ത് കയറി അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ട്, അതിനെ ബാക്ടീരിയോഫേജ് എന്ന് പറയും. ഈവൻ ബാക്ടീരിയക്ക് അകത്ത് കയറി അവൻ പെരുകി ബാക്ടീരിയ കൊല്ലുന്നു. പോരെ? അപ്പൊ ബാക്ടീരിയക്കും സ്ട്രെസ് ഉണ്ട്. അതിങ്ങനെ നോക്കി നിൽക്കും. എവിടെന്നപ്പ കണ്ട മനോജി ആ കൂടി കണ്ണൊക്കെ തുടയ്ക്കുന്നു. പറഞ്ഞു വന്നപ്പോൾ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഞാനിത് ഒരു 10-25 വർഷത്തിന് മുൻപ് ഇവിടെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിൽ ഞാൻ ചുമ്മാ ഒരു ഗസ്റ്റ് ആയിട്ട് പോയി. അപ്പോൾ അവിടെ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ ചുരുട്ടിയിട്ടിരിക്കുന്ന ടോപ്പിക് എടുത്ത് നോക്കിയിട്ട് ഒരു 2 മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കാം. 2 മിനിറ്റ്. അപ്പോൾ ഞാൻ ചെന്ന് ഒരെണ്ണം എടുത്തോണ്ട് അതിലിരിക്കുന്നു, ലൈഫ് ഈസ് എ സ്ട്രഗിൾ. ലൈഫ് ഈസ് എ സ്ട്രഗിൾ. അതിനെക്കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കണം. എനിക്കധികം സമയം എടുത്തില്ല. ഞാൻ അവിടെ തന്നെ പറഞ്ഞു, യെസ്, ലൈഫ് ഈസ് എ സ്ട്രഗിൾ ഫോർ നോട്ട് ഓൺലി ഫോർ ഹ്യൂമൻ ബീങ്സ്, ഫോർ എവറി ലിവിംഗ് ബീങ്. ടേക്ക് ദി കേസ് ഓഫ് an invisible microscopic organism, malarial parasite. Malarial parasite, for it to complete its life cycle, it depends in 2 hosts, man and a mosquito. So a part of its life cycle through inside the mosquito, part of it inside the man. And while it is inside the mosquito, millions of that one, and the mosquito comes to bite and inject that one for the second completion of the life cycle. If a man slaps that mosquito and it gets killed, millions of those malarial that one, they die. And if inside the man, if man develops a cerebral malaria and if he dies, then what happens? Again, millions of malarial parasites die. You നന്നായിട്ട് കൈയടി തന്നു. We never thought like this. പോരെ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അതെ, ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ ഹോബി, താങ്ക് യു, എന്റെ ഹോബി വന്നിട്ട് തിങ്കിങ് ആണ് എന്റെ ഹോബി. അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഓരോന്നും ആലോചിച്ച്, ലീത സാരംഗ താങ്ക് യു, ഇങ്ങനെ ആലോചിച്ച് ആരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിച്ചിട്ട് പറയുമ്പോ എല്ലാം ഫാക്ട് ആയിരിക്കും അവസാനം. ഞാൻ പറയുന്നത് വന്നിട്ട് യെസ്, താങ്ക് യു ജയചന്ദ്രജി. അത് അതില് ഊഹാപോഹമൊന്നുമില്ല. സോ ദാറ്റ് ഈസ് വാട്ട് പ്ലാൻസിനും ഫീലിങ്സും ഉണ്ട്. ഇത് ജോൺ വെയിൻ, ഹോളിവുഡ് ആക്ടർ, അദ്ദേഹം പണ്ട് വെസ്റ്റേൺ മൂവീസ്, കൗബോയ് മൂവീസിലെ അന്നത്തെ ഹീറോ ആയിരുന്നു. ലൈഫ് ഈസ് ഹാർഡ്. ഇറ്റ് ഈസ് ഹാർഡർ ഇഫ് യു ആർ സ്റ്റുപ്പിഡ്. അഗ്രീഡ്? അഗ്രി ആണെന്ന് ചെയ്യട്ടെ. ലൈഫ് ഈസ് ഹാർഡ്. ഇറ്റ് ഈസ് ഹാർഡർ. പറഞ്ഞിരുന്ന ടോപ്പിക് എന്താണ്? മനപ്രയാസങ്ങൾ. മനപ്രയാസങ്ങൾ കൂടുതൽ വരുന്നത് എപ്പോഴാണ്? സ്റ്റുപ്പിഡ് ആകുമ്പോഴാണ്. ഓക്കെ, താങ്ക് യു നീത സാരംഗൻജി. ഈ മനപ്രയാസങ്ങളെല്ലാം വരുന്നത്, കൂടുന്നത് സ്റ്റുപ്പിഡ് ആണെങ്കിൽ. ഓക്കെ, താങ്ക് യു രാമേന്ദ്രൻജി. എന്റെ മിഷൻ entertain, educate, enlighten and empower. അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? ബൈ ഷെയറിംഗ് ഫാക്ട്സ്. ഇപ്പം കുറെ ഫാക്ട്സ് ഷെയർ ചെയ്തു. ബൈ ഷെയറിംഗ് സ്റ്റോറീസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഇനിയും ഷെയർ ചെയ്യും. അടുത്തത് കൊട്ടേഷൻസ്. മെനി ബുക്സ് ഓൺ സ്ട്രെസ്, സർവൈവിംഗ് സ്ട്രെസ്. ഞാൻ 1-2 ബുക്ക് മാത്രം സാമ്പിൾ കാണിച്ചിരുന്നുണ്ട്. മാനേജിങ് സ്ട്രെസ്, distress and the definition, great mental or physical or emotional suffering. Stress എന്താണ്? Stress is a physical, emotional or mental response to a stressor. Stressor എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഒരു എന്നിട്ടെ ഞാൻ പറയാം. We have a new guest, Abdul Rao. I think that he has joined from Middle East. Manoj Kumar, okay, no. Stressor. നമ്മുടെ സാലിനിജി എന്താണ്? കൈക്ക് എന്താണ്? കയ്യിൽ വല്ല
മറ്റേ ഇഡലിയോ വല്ല കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. സോ സ്ട്രെസ്സർ എന്താണെന്നുള്ളത് ആദ്യം അറിയണം. എന്താണ് സ്ട്രെസ്സർ? ഓക്കെ, താങ്ക് യു ജി. താങ്ക് യു ജയചന്ദ്രൻ ജി. അതിലോട്ട് വരുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സ്ട്രെസ് ദാറ്റ് കിൽസ് us. ഇറ്റ് ഈസ് അവർ റിയാക്ഷൻ ടു ഇറ്റ്. സ്ട്രെസ് അല്ല, റിയാക്ഷൻ ആണ്. എന്തെങ്കിലും സ്ട്രെസ് ആണോ? സിൽക്ക് സ്മിത കേട്ടിട്ടുണ്ടോ? സിൽക്ക് സ്മിത അറിയാമല്ലോ. സുശാന്ത് സിംഗ് രാജ്പുട്ട് അറിയാമല്ലോ. മലയാളത്തിലെ വിജയശ്രീ അറിയാമല്ലോ. ഇവരെല്ലാം സ്ട്രെസ് കൊന്നെന്ന് പറഞ്ഞാൽ ശരിയല്ല, അവരുടെ റിയാക്ഷനാണ്. എന്തായാലും ഇതിലും കൂടുതൽ സ്ട്രെസ് അല്ലേ നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളത് അല്ലേ? എന്തെല്ലാം ഇതുണ്ട്, ലാവ്ലിൻ ഇതുണ്ട്, വേറെ എന്തെല്ലാം കേസുകളുണ്ട്, മകളുടെ പേരിൽ ഇതുണ്ട്. പക്ഷെ വല്ല കുലുക്കമുണ്ടോ? അപ്പൊ അവിടെ റിയാക്ഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ചെയ്യട്ടെ. ഇറ്റ് ഈസ് നോട്ട് ദി സ്ട്രെസ്, ഇറ്റ് ഈസ് ദി റിയാക്ഷൻ. മനപ്രയാസം വരും. പക്ഷെ മനപ്രയാസത്തിന് എങ്ങനെയാണ്, ഓക്കെ താങ്ക് യു മനോജ് കുമാർജി, എങ്ങനെയാണ് ആ മനപ്രയാസത്തിനെ മാനേജ് ചെയ്യുന്നത്? അതാണ് നമുക്ക് സ്കൂളിൽ ആരെങ്കിലും പഠിപ്പിച്ചു തരുമോ? ഇല്ല. സ്കൂളിലെല്ലാം ആശാന്റെ കവിത വീണ പൂവേ അതൊക്കെ പഠിപ്പിച്ചു തരും, പരീക്ഷ എഴുതും, പാസ്സാകും. എന്നിട്ട് ഫിസിക്സിൽ കുറെ തിയറി എല്ലാം പഠിപ്പിക്കും, പാസ്സാകും. പക്ഷേ സ്ട്രെസ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ആരെങ്കിലും പഠിപ്പിച്ചു തരുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ നോ എന്നിട്ട് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? PhD എടുത്തിട്ടുണ്ട്, IPS ഓഫീസറാണ്. ഇന്നലെ ഇപ്പൊ വാർത്തയായിട്ട് കിടക്കുന്നത് ഇവിടെ ഹരിയാനയിൽ, അയാൾ ആത്മഹത്യ ചെയ്തു. നോ, ഇവരെല്ലാം IAS എല്ലാ പരീക്ഷയെല്ലാം എഴുതി പാസ്സാവുന്നുണ്ട്, എല്ലാം ഉണ്ട്. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നില്ല. പിന്നെ ആർക്കറിയാം? ഒരു സ്കൂളിലും നേരെ പോവാത്തവര് മിക്കവരും, അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ 10ാം ക്ലാസ് വരെ കഴിയാത്തവര് ആയിട്ടുള്ള രാഷ്ട്രീയക്കാർ. എത്ര രാഷ്ട്രീയക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരെ? ഉണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി രാഷ്ട്രീയക്കാരനാണ്, ലാലു പ്രസാദ് യാദവ് രാഷ്ട്രീയക്കാരനാണ്. അങ്ങേര് ജയിലിലൊക്കെ പോയി, ഭാര്യ എല്ലാവരും ജയിലിലൊക്കെ പോയി വന്നു. ആത്മഹത്യ ചെയ്തോ? ഇല്ല. അവർക്കറിയാം എങ്ങനെയാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നത് ഒരു ഫാക്ട് അല്ലേ? ആണെന്നുണ്ടെങ്കിൽ യെസ് എന്നിട്ടേ. നിങ്ങളെ കൊണ്ട് ഞാൻ ചിന്തിപ്പിക്കണം. മറിയാമ്മജി ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഒന്ന് കൈയൊന്ന് അനക്കിക്കേ, നല്ലതാണ് എക്സസൈസ്, ചെറിയൊരു എക്സസൈസ് കേട്ടോ. ഓക്കെ ഹേമേന്ദ്രജി, ഓക്കെ താങ്ക് യു സാലിജി. അറ്റ്ലീസ്റ്റ് ഒരു മിനിമം എക്സസൈസ് പ്രോഗ്രാം ഈ ഒരു മണിക്കൂർ ഇരിക്കുമ്പോൾ ഒരു വിരലിനെങ്കിലും. ഓക്കെ സോയ ഇപ്പൻജി, താങ്ക് യു. എന്നെ പോലെ ഒരു വെബിനാർ നടത്തുമ്പോൾ കൂടെ ചിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് ഓക്കെ ഗീത സാർഗൻജി അലിജി നോ. ഇതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. പിടികിട്ടിയോ? ചിരിക്കണം. ചിരിക്കാനൊക്കെ എന്തിനാണ് മസിലും പിടിച്ചിരിക്കുന്നത്? ഞാൻ ഈ ചിരിച്ചൊക്കെ നിൽക്കുന്ന കാരണം എനിക്ക് ബ്ലഡ് പ്രഷറിന് ഒരു ഗുളിക ഞാൻ കഴിക്കേണ്ടി വരുന്നില്ല, ഇല്ല. ഡയബറ്റിസ് ഇല്ല. വേറെ ഈ പറയുന്ന കൊളസ്ട്രോൾ ഉണ്ട്. എല്ലാവർക്കും കൊളസ്ട്രോൾ വേണം. അതിനുവേണ്ടി മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഒന്നുമില്ല. മുട്ടുവേദന, നടുവേദന വല്ലതും ഉണ്ടോ? ഇല്ല. തലവേദന ഉണ്ടോ? ഉറക്കം ഇല്ലാതിരിപ്പുണ്ടോ? ഒരു കുഴപ്പമില്ല. ചിരിക്കണം കേട്ടോ മറിയാമ്മജി, ഒന്ന് ചിരിക്കണം. അങ്ങനെ ചെറുതായി ചിരിച്ചാ പോരാ, പല്ല് കാണിച്ച് ചിരിക്കണം. അങ്ങനെ പല്ല് വരട്ടെ വെളിയിൽ. അതോ പല്ലിൽ പോയിട്ടുണ്ടെങ്കിൽ ചിരിക്കരുത് കേട്ടാ, ഫ്രണ്ടിലെ 2 പല്ലില്ലെങ്കിൽ. ഓക്കെ, നൗ കംസ് അടുത്ത പോയിന്റ് ആണ്. യു can't always control what goes on outside, but you can always control what goes on inside. അതായത് നമ്മുടെ മൈൻഡിനകത്തുള്ളതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഔട്ട്സൈഡ് ഉള്ളതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഇവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് ദിവസവും ഓരോ താരിഫും മറ്റേതും മറിച്ചും കൊണ്ടുവരും. അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ജയിച്ചെന്തെങ്കിലും പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യും, അങ്ങേര് എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കും ഒരു പിടിയില്ല. ആർക്കും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പാകിസ്ഥാൻ എന്ത് ചെയ്യും, അവിടുത്തെ മുനീറും ജമാസും എല്ലാം ഇന്ത്യയുടെ എന്ത് ചെയ്യും, നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഔട്ട്സൈഡ് ഉള്ള കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളുടെ വഴിയിൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് മെസ്സേജ്. ഇനി 80-20 ഫോർമുല അതും കൂടെ ഓർത്തോളാം. എന്താണ്? അതിലോട്ട് വരുന്നുണ്ട്. വി ആർ യൂഷ്വലി അൺഅവെയർ ഓഫ് ദി ന്യൂമറസ് ഡെയിലി സ്ട്രെസ്സസ് ദാറ്റ് ഹാവ് എ ക്യുമുലേറ്റീവ് ഇമ്പാക്ട് ഓൺ അവർ മെന്റൽ ഹെൽത്ത്. ഇതാണ് മലയാളത്തിൽ കേട്ടാണ് പലതുള്ളി പെരുവെള്ളം. കേട്ടിട്ടുണ്ടോ? പലതുള്ളി പെരുവെള്ളം കുറച്ച് എല്ലാം കൂടാകുമ്പോൾ വലുതായിട്ട് വരും. കൊച്ചു കടങ്ങളെല്ലാം വലിയ കടമായിട്ട് മാറും അല്ലെ? ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ച്, ഇവിടെ നിന്ന് അത് വാങ്ങിച്ചു, ഒരു TV വാങ്ങിച്ചു, ഒരു ഇത് വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, അവസാനം നോക്കുമ്പോൾ ഇന്ന് അവിടെ ലക്ഷക്കണക്കിനായി കടമായി, പെരുങ്കടം, കൊച്ചു കടങ്ങൾ. അതുപോലെ കൊച്ചു സ്ട്രെസ്സേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് വലിയ സ്ട്രെസ് ആവും. മിക്കപ്പോഴും റിയലൈസ് ചെയ്യത്തില്ല. അതാണ് ആ മെസ്സേജ്. എവറി ഡേ അങ്ങനെ. റൂൾ ഓഫ് 80-20. 80% ഓഫ് സ്ട്രെസ്സേഴ്സ് ആർ അണ്ടർ അവർ കൺട്രോൾ. 80% നമ്മുടെ കൺട്രോളിലാണ്. ബാക്കി വെറും 20% ഉള്ള ഔട്ട്സൈഡ് അവർ കൺട്രോൾ. ഇനി സ്ട്രെസ്സർ നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ മിക്കവർക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞു. വാട്ട് ഈസ് എ സ്ട്രെസ്സർ? എ തോട്ട്. ഇനി കഥ കേൾക്കണ്ടേ? റിയൽ ലൈഫ് സ്റ്റോറി വേണ്ടേ? ഇതിന്റെ ഒരു കഥ. അതായത് എന്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ വിദ്യാഭ്യാസത്തിന് ഒരു കുറവുമില്ല, ഡിഗ്രിയൊക്കെ ഉണ്ട്, ജോലിയാണെന്ന് വെച്ചാൽ കുറെ നാള് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെല്ലാം വർക്ക് ചെയ്ത് ഇപ്പൊ 70 വയസ്സ് പ്രായമായി, കംപ്ലീറ്റ് റിട്ടയർ ചെയ്ത് ഫൈനാൻഷ്യലി സ്റ്റേബിളും സെക്യൂർ ആണ്. ഒരു മാസത്തിന് മുമ്പ് പുള്ളിയുടെ സംസാരിച്ച് പറയാണ്, പുള്ളിക്കാരന് ഒരു പനി, കൊച്ചുപനി, എന്നിട്ട് ചെറിയൊരു മൂക്കൊലിപ്പ്, പനിയും മൂക്കൊലിപ്പ്. ഉടനെ തന്നെ അങ്ങേരും ഭാര്യയും രണ്ടുപേരും നേരെ ആശുപത്രിയിൽ പോയി. അവിടെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പനി വന്നത്. തിങ്കളാഴ്ച രാവിലെ തന്നെ പോയി കഴിഞ്ഞു കേട്ടാ. ഞാൻ നമ്മുടെ നാട്ടിലെ ഈ സ്ലാങ്ങിൽ പറഞ്ഞാലേ ചിലതൊക്കെ കിടിയിട്ടതില്ല. പോയി കഴിഞ്ഞു. അവിടെ ചെന്ന ഉടനെ ഫീവർ പാനൽ എന്ന് പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ഓർഡർ ചെയ്ത് 3800 രൂപ. വൈകുന്നേരം വരെ 2 എണ്ണം അവിടെ കുറ്റിയടിച്ചിരുന്നു. അവിടെ തന്നെ ക്യാൻറ്റീനിൽ ഉച്ചയ്ക്ക് വല്ലതും ഇതും കഴിച്ചേച്ച് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാം വന്ന് 3800 രൂപ. ഡോക്ടറുടെ കൺസൾട്ടേഷൻ 500 രൂപ, അല്ല 4300 രൂപ. ഒന്നുമില്ല, ഈ ടെസ്റ്റിലൊന്നും ഇല്ല. ഡെങ്കി ഉണ്ടോ ഇല്ല, മങ്കി ഉണ്ടോ ഇല്ല, പിങ്കി ഉണ്ടോ ഇല്ല, ഒന്നുമില്ല കേട്ടോ. എങ്ങനെ വരും? ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു പനി, ഒരു മൂക്കൊലിപ്പും. ഉടനെ അവസാനം ഒരു ആന്റി ഹിസ്റ്റമിനും ഒരു ഗുളികയും കൊടുത്തു. അതിനെല്ലാം ഗുളികയ്ക്കെല്ലാം കൂടെ 30 രൂപ. 30 രൂപയുടെ മരുന്നിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കുത്തിയിരുന്നു. ഇങ്ങനെ ഇതെല്ലാം ടെസ്റ്റുകൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോഴെന്താണ്? തോട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഓടിപ്പിടിച്ച് അവിടെ പോയത്? അപ്പോൾ തോട്ട് എന്താണ്? നമ്മൾക്ക് പ്രായമായില്ലേ, നമ്മൾ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. മോനാണെച്ചാൽ ഇവിടെ ഇല്ല, മോന് മറ്റേ ഇവിടെ അമേരിക്കയിലാണ്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കിരിക്കില്ല, വയസ്സായ സ്ഥലത്ത് എന്തെങ്കിലും അല്ല, എന്തിനു റിസ്ക് എടുക്കുന്നു, അതുകൊണ്ട് പോയി. ഇപ്പൊ ക്ലിയർ ആയോ? എക്സാമ്പിൾ, ദാറ്റ് സിംഗിൾ തോട്ട് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ഡിസ്ട്രസ്. മനസ്സിന് വിഷമവും വേദനയും വന്നു. റിയാക്ഷൻ ഇതാണ്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് ചെയ്യട്ടെ. റിയൽ എക്സാമ്പിൾ ആണ്. ഓക്കെ, താങ്ക് യു മനോജ് കുമാർജി. 4300 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. 4300 രൂപയാണ് പോയി കിട്ടിയത്. എന്തിനാണ്? ഈ ഒരു തോട്ടിന്. വാട്ട് ഈസ് ഇൻസൈഡ്? അതാണ് ഉണ്ടാക്കുന്ന സ്ട്രെസ്. താങ്ക് യു ജയചന്ദ്രൻജി. റിയൽ കഥയാണ് ഞാൻ പറഞ്ഞത്, റിയൽ ലൈഫ്. അടുത്തത് ഈവന്റ്. എന്താണ് ഈവന്റ്? ഒരു സംഭവം നടക്കുന്നു, പരീക്ഷയ്ക്ക് പോകുന്നു, പരീക്ഷയിൽ തോക്കുന്നു, അതൊരു ഇവന്റ് ആണ്, ഒരു സംഭവമാണ്. ഇനി അതിന്റെ കഹാനി.
ഓരോന്നിന്റെ കഹാനി വേണ്ടേ? മറിയാമ്മജി ഇങ്ങനെ കഹാനിക്ക് വേണ്ടി കാത് കോത്തിരിക്കുകയാണ്. സ്റ്റോറി. ഞാൻ MD-ക്ക് പഠിക്കുമ്പോൾ എൻ്റെ 1 year സീനിയർ ആയിട്ട് പഠിച്ച ഒരു ഗേൾ, പുള്ളിക്കാരി നല്ല മിടുക്കിയാണ്. 1ാം ക്ലാസ് മുതൽ ആ MBBS അവസാനം വരെ ഒരു പരീക്ഷയിലും തോറ്റിട്ടില്ല. SSLC-ക്ക് നല്ല റാങ്ക് കിട്ടിയിട്ടുള്ളതാണ്. എല്ലാ MBBS-ലും വെരി ഹൈ മാർക്സ്. MD-ക്കും പഠിക്കാനൊക്കെ നല്ല മിടുക്കിയാണ്. പക്ഷേ ഈ പരീക്ഷയിൽ ലക്ക് ഫാക്ടർ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. MBBS-നും MD ക്ലിനിക്കൽ എക്സാമിനേഷൻ 4 എക്സാമിനേഷൻ ആണ് വരുന്നത്. ആൻഡ് ഷീ ഫെയിൽഡ്. ഈവന്റ് എന്തോന്നാണ്? ഷീ ഫെയിൽഡ്. സ്ട്രെസ്സറായി. അതിനുശേഷം എന്തായി? പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് എടുത്തിട്ടേ ഇല്ല. ഷീ ഡിസ്കണ്ടിന്യൂഡ്. അപ്പൊ അവിടെ റിയാക്ഷൻ അല്ലേ? Am I right? Put R in the chat box. പരീക്ഷയിൽ തോറ്റവർ എത്ര പേരില്ലേ? പിന്നെയും പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ളവരില്ലേ? But what did she do? What did she do? She just quit. വിട്ടേച്ച് ഓടി. Do you think that she was happy subsequently? She was very miserable. MD വിട്ടല്ലോ, MD കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ റെസ്റ്റ് ഓഫ് ദി ലൈഫ് ഷീ സ്റ്റിൽ അലൈവ്. ഷീ ഈസ് അറൌണ്ട് 75 years old. ഇതാണ് അടുത്ത ഇവന്റ്, സ്ട്രെസ്സർ. ഞാൻ ഒരു എക്സാമ്പിളേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ എനിക്ക് ഇതിനെക്കുറിച്ച് മുഴുവൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരു മറിയാമ്മജി ഒരു 10 മണിക്കൂർ തന്നു കഴിഞ്ഞാൽ ഞാൻ 10 മണിക്കൂർ പറഞ്ഞു തരാനുള്ള അത്രയ്ക്കുള്ള കഥകളും സംഭവങ്ങളും ഉണ്ട്. 1 മണിക്കൂറിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് സാമ്പിൾ മാത്രം കാണിക്കുന്നത്. അടുത്തത് നീഡ്. ആ നീഡാണ് സ്ട്രെസ്സർ. ഞാൻ എന്റെ കഥ പറയാം. വേറെ കുറെ പേരുടെ കഥ പറഞ്ഞു, എന്റെ ഫ്രണ്ടിന്റെയും എന്റെ സീനിയറിന്റെയും. മേരി കഹാനി സുനോ. ഞാൻ ഇംഗ്ലണ്ടിൽ വരുന്നു. 40ാമത്തെ വയസ്സിലാണ്. MRCP ഒന്ന് എടുത്ത് കളയാം എന്ന് പറഞ്ഞു ആഗ്രഹത്തിൽ വരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പരീക്ഷ പാസ്സാകുന്നു. ഏതാണ്? പ്ലാബ് എക്സാമിനേഷൻ ആൻഡ് MRCP പാർട്ട് 1. ജോലി വേണ്ടേ? ജോലി ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള എക്സ്പീരിയൻസും കിട്ടുന്നത്. കഴിക്കണ്ടേ? മറിയാമ്മജി കഴിക്കണ്ടേ? 3 നേരത്തേക്ക് ചാപ്പാട്. ചിക്കൻ 65 ഇല്ലെങ്കിലും ഒരു കഞ്ഞിയെങ്കിലും കുടിക്കാൻ വേണ്ടേ? കഞ്ഞിയെങ്കിലും കുടിക്കാൻ വേണ്ടേ? കിടന്ന് ഉറങ്ങാനായിട്ട് ഒരു ഷെൽട്ടർ വേണ്ടേ? കയ്യിൽ ഒരു $500 വരുന്നത്. ഞാൻ അന്ന് വളരെ സ്ട്രിക്റ്റ് ആണ്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഒന്നും കിട്ടത്തില്ല. 1992 വലിയ പ്രയാസമാണ്. അപ്പോൾ ഞാൻ ഈ പരീക്ഷ പാസ്സായപ്പോൾ ഞാൻ വെച്ചത് ഇനി എന്ത് ജോലി കിട്ടും? ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുവാനായില്ലേ? ഇല്ല, ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഓരോ ആഴ്ചയും ഒരു 5 ആശുപത്രിയിലെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. BMJ നോക്കിയിട്ട് ഇല്ല. 2 അറ്റംപ്റ്റിലൊക്കെ പാസ്സായ വേറെ കുറെ പേർക്ക് ജോലി കിട്ടുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ എനിക്ക് കിട്ടുന്നില്ല. വിഷമായോ പറയാമാജി? സ്ട്രെസ് ആയോ? എന്റെ നീഡാണ്. അപ്പൊ എന്റെ നീഡാണ്. കണ്ടോ, എന്റെ ശബ്ദം കണ്ടില്ലേ? ഞാൻ ഈ ശബ്ദമൊക്കെ മോഡിഫൈ ചെയ്തു കേട്ടോ. എന്റെ നീഡിന് കാശില്ല, സ്ട്രെസ്സറായി. അപ്പൊ റിയാക്ഷൻ ആണോ റെസ്പോൺസ് ആണോ അടുത്തത്? റിയാക്ഷൻ ആക്കി എന്താവും? ഞാൻ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, സർവീസിൽ ലീവ് എടുത്തിരിക്കുകയാണ്. വേണ്ട പുല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചവിടെ ചെന്ന് എനിക്ക് അവിടെ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാം. എന്തിനും ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം? കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ. അതാണ് കുറെ പേര് എന്നെ ഉപദേശിച്ചത്. എന്തിനാണ് ഡോക്ടർ വെറുതെ കിടന്ന് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്? നാട്ടിൽ ഇതല്ലേ. മെയിനായിട്ട് കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ എവിടെ പറയാത്ത കാരണമാണ്. എന്റെ പ്രായം 40. അവിടെ സാധാരണ സീനിയർ ഓഫീസർ ജോലിക്ക് വരുന്നവരെല്ലാം 25 വയസ്സിന് താഴെയുള്ളവരാണ്. അവർക്ക് വലിയ എക്സ്പീരിയൻസും ഇല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇല്ല. എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഓവർ ക്വാളിഫൈഡ്.
എനിക്ക് ജോലി കിട്ടാത്തതിന് കാരണം ഓവർ ക്വാളിഫൈഡ്, ഓവർ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഏജ് 40. അത് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റത്തില്ല. നോ വേ ഐ ക്യാൻ ചേഞ്ച്. കെട്ടി വേറെ തിരിച്ചു വരാം. സ്ട്രെസറാണ്. അവിടെയാണ് തിങ്കിങ് സ്കിൽസ്. ഞാൻ വരുന്നുണ്ട് അവസാനം. എങ്ങനെയാണ് ഡിസ്ട്രസ് വരുമ്പോൾ എങ്ങനെയാണ് നേരിടേണ്ടത്? ഞാനിന്ന് ആലോചിക്കുകയാണ്, ശരി എന്താണ് വഴി? ഞാൻ ഇന്നാ പിടിച്ചോ അവിടുത്തെ എല്ലാ ഹോസ്പിറ്റലിലെയും ഡയറക്ടറേക്ക് തപ്പിയെടുത്ത് അവിടെ ഏതെങ്കിലും ഇന്ത്യൻ കൺസൾട്ടൻസ് മലയാളികളുണ്ടോ എന്ന് ആദ്യം നോക്കുന്നു. കൺസൾട്ടന്റ് മലയാളികളുണ്ടെങ്കിൽ അവരെല്ലാം സഹായിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു 5-6 പേരെ കണ്ടു, മലയാളികളൊക്കെ. ആ നമ്പരൊക്കെ വെച്ച് വിളിച്ചേച്ച് എന്റെ കാര്യം പറയുന്നു. ഒരു മലയാളിയും എനിക്ക് ഒന്നും സഹായിച്ചില്ലെന്ന് മാത്രമല്ല, എങ്ങനെ നിരുത്സാഹപ്പെടുത്താം അത് കാര്യമായിട്ട് ചെയ്തു. It is very difficult. You should have thought about it. You are already 40 years old. It is not difficult. It is not easy. Go back. ഉഗ്രൻ. അടുത്തത് ഇന്ത്യൻ മറ്റുള്ളവരെ വിളിക്കുന്നു. അങ്ങനെ അവസാനം വിളിച്ചു വന്നപ്പോ ഒരു കർണാടകക്കാരൻ, ഒരു ശാസ്ത്രി, അങ്ങേരത്ത് ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട് വിടരുത്. വിളിച്ചോണ്ട് അങ്ങേര് പറഞ്ഞു, ഓക്കെ ഐ ക്യാൻ ട്രൈ, ഓക്കെ വി ഹാവ് വേക്കൻസി ഉണ്ട്, I'll schedule get you for an interview, but I cannot promise further. ഇന്റർവ്യൂവിന് വിളിക്കാം. അതെങ്കിൽ ആദ്യം വരണ്ടേ? ആദ്യം ഇന്റർവ്യൂവിന് വിളിച്ചാലേ പിന്നെയല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സന്തോഷം. ഞാൻ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂവിന് പോയപ്പോ എന്താണ്, അവിടെ 5 വേക്കൻസി ഉണ്ട്. 5 വേക്കൻസിയിൽ ഞാൻ അവിടെ അവർ 12 പേര് വിളിച്ചിട്ട് 7 പേര് വന്നില്ല. എന്നെ കൂടെ ചേർത്ത് 5 പേരേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രായം കൂടിയ ഞാനാണ്. ബാക്കി എല്ലാവരും 30 താഴെ. അവർക്ക് ആ പോസ്റ്റ് ഫില്ല് ചെയ്യില്ലെങ്കിൽ ആശുപത്രിയിൽ പണി നടക്കത്തില്ല. 5 വേക്കൻസി ഫില്ല് ചെയ്ത കാര്യം നടക്കണ്ടേ, ജോലി നടക്കണ്ടേ? അത് കാരണം എനിക്ക് ജോലി കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ ജോലി. പിന്നെ കഞ്ഞി കൂടി മാറ്റിയിട്ട് അവർക്ക് ചിക്കൻ 65 മട്ടൺ 85 ഒക്കെ പിന്നെ കഴിക്കാൻ പറ്റി കേട്ടോ, ഒരു 6 മാസത്തേക്ക്. സോ എന്റെ നീഡ്, ആ സ്ട്രെസറിനെ ഞാൻ ഹാൻഡിൽ ചെയ്തത്. ഈസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് അയ്യട്ടെ ചാറ്റ് ബോക്സിൽ. ഞാൻ റിയൽ ലൈഫ് സ്റ്റോറിയാണ് പറഞ്ഞു വരുന്നത്. ഞാന് ഇന്നലെ ഒരു ശ്രീധർ വേമ്പു എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ, സോഹോ എന്നുള്ളതിന്റെ പുള്ളിയുടെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിക്കിൾ പുള്ളി പറഞ്ഞു, ഐ ഡോണ്ട് preach what I don't practice. I don't preach what I don't practice. അത് തന്നെയാണ് ഞാനും വന്നിട്ട് I don't preach what I don't practice or what I didn't practice. Okay. നാലാമത്താണ് വാണ്ട്, സ്ട്രെസ്സർ. അത് വേണം ഇത് വേണം എല്ലാത്തിലുള്ള ആർത്തി സ്ട്രെസ്സാണ്, വാണ്ടാണ്. അത് പിന്നെ പൂർത്തീകരിക്കാനായിട്ട് ഇത് എനിക്കറിയാവുന്ന 1-2 പേര് ഉള്ളത്. അതായത് പണ്ട് എന്റെ ബന്ധുക്കൾ തന്നെയാണ്. അതിൽ ഒരാൾ മരിച്ചുപോയി. അങ്ങയുടെ ഭാര്യയ്ക്ക് എല്ലാ കല്യാണത്തിനും അറ്റൻഡ് ചെയ്യണം. അതായത് എല്ലാ കല്യാണത്തിനും പോകും. ഓരോ കല്യാണത്തിന് പുതിയ സാരി, പട്ട് സാരി, ബനാറസ്, കാഞ്ചീപുരം സാരി ഉടുത്തോണ്ടേ പോകത്തുള്ളൂ. ഒരിക്കൽ ധരിച്ച സാരി ഉടുത്തോണ്ട് അടുത്ത കല്യാണത്തിന് പോകത്തില്ല. ഇങ്ങനെ കാണിച്ചാൽ വലിയ വരുമാനമൊന്നുമില്ല. പക്ഷെ ഭാര്യ ഇങ്ങനെയുള്ള ടൈപ്പ് ആകുമ്പോൾ ഭാര്യയെ പ്രീതിപ്പെടുത്താനായിട്ട് ഇങ്ങനെ കടവും കിടവും എല്ലാം വാങ്ങിച്ച് ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ സ്ട്രെസ്സായ വാണ്ടിന്റെ, ഭാര്യയുടെ വാണ്ടല്ലേ സ്ട്രെസ്. ആമേ റൈറ്റ് മറിയാമ്മജി? മറിയാമ്മജി ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കി കാണിച്ചേ. ആ അപ്പൊ വാണ്ട്, നീഡല്ല അത്. ഇങ്ങനെ ഒരുപാട് പേരുടെ വാണ്ട്, ഒരു ട്രാൻസ്പോർട്ടേഷൻ വേണം. ഒരു യാത്ര, ജോലിക്ക് പോകാനോ വരാനോ അവിടെ പോകാനായിട്ടോ കാണിച്ച ഒരു കാർ വേണം. 2-3 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു മാരുതി പുതിയതാണെന്ന് ഒരു 4-5 ലക്ഷത്തിന്, കുറച്ച് പഴയാണെന്ന് 2 ലക്ഷത്തിന് ഓടിച്ച് പോകാമല്ലോ, താങ്ങാൻ പറ്റുന്നതാണല്ലോ. ഇല്ലോ വാണ്ട്, എനിക്ക് BMW വേണം, 40 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, ലോൺ അടയ്ക്കാനായിട്ട് പ്രയാസപ്പെടും. ശരിയല്ലേ? ഇവര് റൈറ്റ് പുട്ട് ആർ ഇൻ ദി ചാറ്റ് ബോക്സ്. അവൻ
വന്നില്ലേ മനപ്രയാസം. പിന്നെ ഓരോ മാസവും അടയ്ക്കണമെന്ന് പറയുമ്പോൾ ആ കാറിന്റെ സുഖം എവിടെയാണ്? അതിലിരുന്ന് ആ പോകുന്നതിന്റെ സുഖമെല്ലാം പോയി കിട്ടിയോ? റൈറ്റ് റൈറ്റ് മറിയാമോ ജോൺ ജി, താങ്ക് യു. ഇത് മനസ്സിലാക്കുന്നുണ്ടോ ജനം? ഇല്ല. എന്നിട്ട് പ്രയാസം നാട്ടുകാരത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ ഈ മാസം ഇത് അടയ്ക്കാനായിട്ട് കുറെ ഇതാണൊക്കെ. ആരാണ് വരുത്തി വെച്ചത്? ആരാണ് ഉത്തരവാദി? ആരാണ്? നിങ്ങൾ ഈ ആന പിണ്ടമിടുന്നത് കണ്ടിട്ട് ആടും അതുപോലെ പിണ്ടമിടണമെന്ന് വിചാരിച്ചാൽ എന്ത് പറ്റും അറിയാമല്ലോ. ആടിന്റെ മറ്റേത് കീറിപ്പോവും. അത്രയും വലിയ പിണ്ടമിട്ട് കഴിഞ്ഞാൽ. അതുപോലെ നിങ്ങൾ വലിയ പൂത്ത കാശുള്ള അദാനി, അംബാനി, കിംബാനി അവരൊക്കെ ഇങ്ങനെ ലാവിഷായിട്ടിരിക്കുന്നു പറഞ്ഞു വെച്ചാൽ അതേപോലെ നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അവർക്ക് കടം വാങ്ങിണ്ട. യെസ്, ഒരു കല്യാണം PF നിന്ന് കിട്ടി 15 ലക്ഷം 20 ലക്ഷം രൂപ. 25 വർഷം അവിടെ സർവീസില്ല ഇരുന്നിട്ട് മോളുടെ കല്യാണം. അവിടെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഒരു കല്യാണം ഇതുണ്ട്. അവിടെ 1.5 ലക്ഷം 2 ലക്ഷം രൂപയാണ് അതിന്റെ വാടക. എന്നിട്ട് നാട്ടിൽ പോകുന്ന എല്ലാവരും വിളിക്കും. ഓട്ടോറിക്ഷ ഡ്രൈവറെയും വിളിക്കും. അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെയും വിളിക്കും. എല്ലാം കൂടി ഒരു 10,000 പേർക്ക് ഒരു 200 രൂപ 300 രൂപ വെച്ചുള്ള ഇതും എല്ലാം കൂടെ ഒരു കല്യാണം. എന്നിട്ട് ഡ്രോൺ വെച്ച് വെറുതെ എടുത്താൽ പോരാ, ഡ്രോൺ അത് ഇത് എല്ലാം കൂടെ ആയിട്ട് 10, 30, 40 ലക്ഷം കൈ കിട്ടിയ PF പോയി. എല്ലാം കൂടായി. കല്യാണം കഴിഞ്ഞു. കടവായി. പിന്നെ ജീവിക്കാനായിട്ട് എവിടെയാണ് വരുമാനം? പിള്ളേര് നാളെ തന്ന് നമ്മളെ നോക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ മറിയാമ്മജി, ശാലിനിജി? നടക്കുവോ മിക്കപ്പോഴും? ഇല്ല. പിന്നെ സ്ട്രെസ്സായി. ആ വാണ്ടിലോടുകൂടി സ്ട്രെസ്സാണ്. എന്താണ് വാണ്ട്? കല്യാണം ഇങ്ങനെ പ്രമാദമായിട്ട് നടത്തണം. കല്യാണ കുറി തന്നെ ചിലപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഫോട്ടോ എല്ലാം വെച്ച് ഇതെല്ലാം വെച്ച് ഒരു കല്യാണ കുറിക്ക് തന്നെ ഒരു 10-200 രൂപ വെച്ച് അടിക്കുന്ന കല്യാണക്കുറികളുണ്ട്. ഇത് അംബാനി അദാനി ഓക്കെ, ഇത് അങ്ങനെയുള്ളവരല്ല. ദാറ്റ് ഈസ് എ പോയിന്റ്. ഇപ്പോഴൊരു പിടി കിട്ടിയ ഏകദേശം അതാണ് ജോൺ വെയിൻ പറഞ്ഞത്. ലൈഫ് ഇസ് ഹാർഡ്, ഇറ്റ് വിൽ ബി ഹാർഡർ ഇഫ് യു ആർ സ്റ്റുപ്പിഡ്. ഇതാണ് സ്റ്റുപ്പിഡിറ്റിയുടെ എക്സാമ്പിൾ. ക്ലിയർ ആണ് വെച്ചാൽ ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട് സ്റ്റുപ്പിഡ് എന്നുള്ളതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കല്യാണം നടത്താനായിട്ട് വെറും രജിസ്ട്രാറുടെ ഓഫീസിൽ പോയി ഒപ്പിട്ട് 2 സാക്ഷികളും വെച്ച് കല്യാണം നടത്താം. അല്ല എന്നുണ്ടെങ്കിൽ ശരി, ഒരു അമ്പലത്തില് ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ വലിയ ചെലവൊന്നും വരത്തില്ല. കൊച്ചമ്പലത്തില് ഒരു 10 ഫാമിലി അല്ലെങ്കിൽ 20 ഫാമിലി, ഒരു ഊണ് തീർന്നു. അതാണോ ചെയ്യുന്നത്? കല്യാണം നടന്നാ പോരെ? കൊറോണ ദേവി ഒരുപാട് പേര് രക്ഷിച്ചത് അറിയാം. കോവിഡ് കാലത്ത് കല്യാണത്തിന് 10-20 പേരിൽ കൂടുതൽ വിളിക്കാൻ പറ്റത്തില്ല. സന്തോഷം കുറെ എണ്ണം കല്യാണം നടത്തി. എനിക്കറിയാവുന്നവര് ആ സമയം നോക്കി കല്യാണം നടത്തി, ചെലവെല്ലാം കുറഞ്ഞു. അല്ലേ ശാലിനിജി, ഡോക്ടർ ശാലിനിജി കോവിഡ് സമയത്ത് കല്യാണം നടത്തി. എത്ര പേര് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കുത്തുപാള എടുക്കുമായിരുന്നു ഒന്നരായിട്ട്. അതുകൊണ്ട് കൊറോണ ദേവിയെ മറക്കരുത്. വീട്ടിൽ ആ ഒരു മൂലയിൽ ഒരു കൊറോണ ദേവിയുടെ പടവും വെച്ച് ഒന്ന് തൊഴണം കേട്ടോ. This is how I think. എന്റെ തിങ്കിങ്ങിന് ഇപ്പൊ പിടി കിട്ടിയോ? I think differently. Okay, thank you മനോജി. സിംറ്റംസ് ആർ ഡിസ്ട്രസ്. ഇനി എന്താണ് സിംറ്റംസ്? ആങ്സൈറ്റി വന്നു കഴിഞ്ഞു. എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ആങ്സൈറ്റി വരത്തില്ല. എന്ന് ജോലിയില്ല, ഇംഗ്ലണ്ടിലാണ്, വേറെ രാജ്യത്താണ്. ആങ്സൈറ്റി വരത്തില്ലേ? ആങ്കർ വരത്തില്ലേ? ഡിപ്രഷൻ, ഉറക്കം പോയി കിട്ടത്തില്ലേ? വിശപ്പെല്ലാം പോയി കിട്ടത്തില്ലേ? ഫിയർ വന്നോ? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് ഒരു പനി വന്നു, എന്നാ ഫിയർ ആൻഡ് ആങ്സൈറ്റി. ഫിയറും ആങ്സൈറ്റിയും കാരണമാണ് ഓടിച്ചെന്ന് 3800 രൂപയ്ക്കുള്ള ലാബ് ടെസ്റ്റും 500 രൂപ കൺസൾട്ടേഷൻ ഫീസും എല്ലാം കൊടുത്തിട്ട് 30 രൂപയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചിട്ട് വന്നു. ഒറിയിങ്, ഓവർ ഡ്രിങ്കിങ്. ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞേ പറ്റത്തുള്ളൂ. ആൽക്കഹോൾ ഇസ് ഡ്രിങ്കിങ് ഇസ് നോട്ട് എ ഹാബിറ്റ്. ആൽക്കഹോൾ ഇസ് എ മെഡിസിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഫാർമക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ ഇസ് എ ഡ്രഗ് ആൻഡ് ഇറ്റ് ക്യാൻ മേക്ക് യു ഫീൽ സ്ലീപ്പി, ഡ്രൗസി.
ഉറക്കം വരുന്നില്ല, നിവൃത്തിയില്ല. ഒരു പെഗ്ഗിൽ തുടങ്ങി 2 പെഗ്ഗായി, 3 പെഗ്ഗായി, 4 പെഗ്ഗായി, പിന്നെ മുഴുക്കുടിയനായി. ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നിങ്ങൾ അവിടെ നോക്കിയാൽ ബ്യൂറേജ് കോർപ്പറേറ്റ് ഫ്രണ്ടിൽ ലൈനിൽ നിൽക്കുന്നവരെല്ലാവരും പൂത്ത കാശുള്ളവരാണോ മറിയാമ്മജി? ദിവസവും 10,000 20,000 രൂപ കാശുള്ളവരാണോ? അല്ല. കൂലിപ്പണി ചെയ്തിട്ട് അവസാനം വൈകുന്നേരം 1000 രൂപ കിട്ടിയത് 500-600 രൂപ അവിടെ കോർപ്പറേഷൻ ഇട്ടേച്ച് വരും. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണെങ്കിൽ എസ് എന്നിട്ട് ആ ലൈനിൽ നിൽക്കുന്നവർ നോക്കിയാൽ അറിയാം. ഓരോരുത്തരും പൂത്ത കാശുള്ളവനൊന്നല്ല. എന്താണ് അവർക്ക്? എന്തോ സെലിബ്രേറ്റ് ചെയ്യാനാണ്. താങ്ക് യു സോയപ്പൻജി. സെലിബ്രേറ്റ് ചെയ്യാനാണോ? ആഘോഷിക്കാനാണോ? ഇല്ല. അവന്റെ മനപ്രയാസങ്ങൾ അവന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ശാലിനിജി. മനപ്രയാസം പല രീതിയിൽ വരും. ഫാമിലി ലൈഫിൽ റിലേഷൻഷിപ്പിൽ കൂടെ വരാം മനപ്രയാസം. അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് അവരെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പം മനപ്രയാസമായി. കമ്പാരിസൺ ആണ്, നമ്മൾ പറയുമല്ലോ കമ്പാരിസൺ. ഇതെല്ലാം വന്നിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. Over smoking. Again, nicotine is also a drug. Nicotine is a chemical. It is a drug. It is to stimulate you. അങ്ങനെ ഡ്രഗിന്റെ അഡിക്ഷൻ ആണ് വരുന്നത്. ആൽക്കഹോളും നിക്കോട്ടിനും ഡ്രഗ്സ് ആണ്. പിന്നെ വിഡ്രോവൽ. ഇന്നാ പിടിച്ചു. ഡിസ്ട്രസ് എല്ലാം ആയി, ഡിപ്രഷൻ എല്ലാം ആയി. പിന്നെന്താണ്, കുറെ പേര് ആരത്തും മിണ്ടത്തില്ല, ഒതുങ്ങും. ആരെങ്കിലും ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ശരിയാണോ? ശരിയാണെങ്കിൽ എസ് വിട്ടെ. എനിക്കറിയാം, എന്റെ കൂടെ ഉള്ളൊരു 7 പേരുണ്ട് ഇപ്പോഴും എന്റെ സർക്കിളില്. 3 ഫോണൊക്കെ ഉള്ളവരുണ്ട്. വിളിച്ചാൽ എടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ കോമൺ ആയിട്ടുള്ള വേറെ ഒന്നിന്റെ വിളിച്ചു, അങ്ങേര് എന്താണ് എടുക്കുന്നില്ല? അതെ, ഇപ്പം പുള്ളിക്കാൻ കുറെ പ്രോബ്ലംസ് ഒക്കെയാണ് കേട്ടോ. എന്ത് പ്രോബ്ലം? അതെ ഇതൊക്കെയാണ്. അതാണ് ഇപ്പോഴും ഒന്നിനും വരാറുമില്ല കേട്ടോ. ഇപ്പൊ ഈ കല്യാണത്തിന് മറ്റേ പണ്ടൊക്കെ വരുമായിരുന്നു, കല്യാണത്തിനൊന്നും വരുന്നില്ല. തീർന്നോ? വിഡ്രോവൽ. അതാണ് ഏറ്റവും വലിയ കുഴപ്പം ചെയ്യുന്നത്. ദി മൊമെന്റ് യു വിഡ്രോ യുവർ സെൽഫ് ഫ്രം മക്കളെന്ന് വെച്ചാല് ഈ ഡിപ്രഷൻ കൂടും. ശരിയാണോ? ശരിയാണെങ്കിൽ എസ് ഇട്ടെ. നിങ്ങൾ സോഷ്യലി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മരുന്നാണ്. ദാറ്റ് ഈസ് എ തെറാപ്പിയാണ്. ഈ ഇരിക്കുന്ന ജയചന്ദ്രൻജിക്ക് അറിയാം, ഈ ഇരിക്കുന്ന മനോജ് ജിക്ക് അറിയാം, ഈ ധനേഷ് ജിക്ക് അറിയാം, ഇങ്ങനെ വേറെയും കുറെ പേർക്ക്, ഈ ഗ്രൂപ്പിലുള്ള കുറെ പേർക്കെങ്കിലും അറിയാം. ഞാൻ ഒരു മാസത്തിൽ 1-2 തവണയെങ്കിൽ അവരടുത്ത് വിളിച്ച് പറയാൻ സംസാരിക്കും. ആ സോഷ്യൽ ഇന്ററാക്ഷൻ. അതായത് ഞാൻ പറയും 3 ടൈപ്പ് ഓഫ് ഇന്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെക്സ് മാത്രമേ ഓർമ്മ വരത്തുള്ളൂ. ഈ ഇന്റർകോഴ്സ്, ഈ ഡോക്ടർ അമേരിക്കയിൽ നിന്നിട്ട് ഇങ്ങനെ അശ്ലീലം പറയുന്നു. ഇന്റർകോഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഇന്റർകോഴ്സ് 3 ടൈപ്സ് ആണ്. സെക്ഷൽ ഇന്റർകോഴ്സ്, ഇന്റലക്ച്വൽ ഇന്റർകോഴ്സ്, നോളജ് അറിയാനായിട്ട് ഇന്റലക്ച്വലി സ്റ്റിമുലേറ്റിംഗ് കോൺവെർസേഷൻ, സോഷ്യൽ ഇന്റർകോഴ്സ്, അതാണ് കൊച്ചു വർത്തമാനൊക്കെ. എങ്ങനെയുണ്ട് ജി പിള്ളേർ എന്ത് ചെയ്യുന്നു? ചെറുമക്കളെ എന്ത് ചെയ്യുന്നു? അതൊക്കെ. പിന്നെ വൈകുന്നേരം എത്ര മണിക്കാണ് ക്ലീൻ കഴിഞ്ഞ് വന്നത്? മറ്റേത് എന്ത് ചെയ്യുന്നു? മറിയാമ്മജി എന്ത് പറയുന്ന? പള്ളി പോകാറുണ്ടോ? നമ്മുടെ ഫാദർ നെൽസനെ കാണാറുണ്ടോ? ഫാദർ നെൽസൺ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എന്ത് പറയുന്നു? ഇതൊക്കെയാണ് സോഷ്യൽ ഇന്റർകോഴ്സ്. ഇറ്റ് ഹാസ് ഗോട്ട് എ തെറാപ്യൂട്ടിക് ഹീലിംഗ് പവർ. ക്ലിയർ? അങ്ങനെ ഞാൻ എത്ര പേരെന്നറിയാമോ? ഈ അത് കൊറോണ ദേവി, ഓം കൊറോണ ദേവി നമഃ കേട്ടോ. കൊറോണ ദേവി കാരണമാണ് ഈ വെബിനാർ വന്നു. വെബിനാറിൽ കൂടെയാണ് 60-70 പേരെ ഞാൻ പരിചയപ്പെട്ടാൽ ഒരുപാട് പേരായിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ശാലിനിജി ഇഷ്ടപ്പെട്ടോ കൊറോണ ദേവിക്കുള്ളത്? ആ നമഃ പറയണം കേട്ടോ. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞില്ല, എന്റർടൈൻ ചെയ്യും ഞാൻ. എന്റെ ടോക്ക് വിൽ ബി എന്റർടൈനിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ്. വെറുതെ എന്റർടൈൻ ചെയ്യല്ല, ഇതിൽ കൂടെ കാര്യവും പറഞ്ഞു അല്ലേ? ചിരിപ്പിക്കുന്നതിന്റെ കൂടെ ചിന്തിപ്പിക്കുകയും ചെയ്യാണ്. ദാറ്റ്സ് വാട്ട് ഐ ഡു. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഡ്രൈവ് ദി മെസ്സേജ്. വാട്ട് യു ഈറ്റ്, വാട്ട് യു ഡ്രിങ്ക്, what you see, what you hear, what you read, what you think
can affect your mental well-being. Clear ആയോ? ക്ലിയർ ആയെങ്കിൽ എസട്ടെ. ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് അതിനെ ഹർട്ട് ചെയ്യും അല്ലെങ്കിൽ സഹായിക്കും. ഏതർ ഹീലിംഗ് പവർ ഓർ വൂണ്ടിങ് പവർ, രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ്. ഓക്കെ, മനോജ് കുമാർജി, താങ്ക് യു. ഇവിടെ വേറെ കുറെ പേരൊക്കെ കൈ തളർന്നവർ കുറെ പേരുണ്ട് ഇപ്പോഴും അറിയുന്നത്. കുറെ ചലനശേഷി ഇല്ലാത്തവര്, ശശി എമ്മൻ, ഒരു ഡോക്ടർ മഷൂദ്, വിവോ തോമസ്, വാസന്തി, അവരെല്ലാം ഒരു ഇതുപോലും ഇതില്ല. എന്താണ്? ഇന്ററാക്ട് ചെയ്യണം. ഒന്ന് ഇന്ററാക്ട് ചെയ്യണം പ്ലീസ്. ഒന്ന് ഇന്ററാക്ട് ചെയ്തേ. നിങ്ങൾ അവിടെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ? അതോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? എന്താണ് അത്? അവിടെ ഉണ്ടോ ആള്? എല്ലാവരും ഇരുട്ടിന്റെ ആത്മാക്കളായിട്ട് ആരും വീഡിയോ ടേൺ ഓൺ ചെയ്തിട്ടില്ല. ജോയിൻ ചെയ്തിട്ട് വേറെ വല്ല പുട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ. പുട്ടോ അല്ലെങ്കിൽ വേറെ വല്ല ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഗീവ് ദി റെസ്പോണ്ട്. സ്ട്രെസ് അഗ്രവേറ്റിംഗ് ഫുഡ് എന്തൊക്കെയാണ്? ഷുഗർ. ഇത് എത്ര പേര് അറിയുന്നുണ്ട്? നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പിള്ളേർ കൊക്കക്കോലയും പെപ്സിയും ആണോ ഇഷ്ടപ്പെടുന്നത്, അതോ നാരങ്ങ വെള്ളവും ഇതാണോ? കൊക്കക്കോലയും പെപ്സി ആണെന്നുണ്ടെങ്കിൽ CP എന്നിട്ടെ. CP, കോക്കും പെപ്സി ആണെന്ന് വെച്ചാൽ CP എന്നിട്ടെ. പിള്ളേർ 5 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ്, ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ആർക്കും പിള്ളേരും ചെറുമക്കളൊന്നും ഇല്ലേ ഈ ഇരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക്? എല്ലാവരും ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. മറിയാമ്മ ജോൺജി, ഓക്കെ, ഇതാ സുരേഷ്. ഇത് ഇവിടെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? പിള്ളേരല്ല. ഇത് പറയുമ്പോൾ കുറച്ചുപേർക്ക് ഇഷ്ടപ്പെടത്തില്ല. എങ്കിൽ ഞാനിപ്പോൾ സത്യം പറയാൻ പോവാണ്. സത്യം പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഈ ട്രൂത്താണ് ഏറ്റവും വലിയ ഡേഞ്ചറസ്. ഇത് അവര് ആരാ ആ ശീലം വളർത്തി കൊടുക്കുന്നത്? ഈ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ആണ്. 1 വയസ്സുള്ള കുട്ടി എനിക്ക് കൊക്കക്കോല വേണം ചോദിക്കുമോ? അതിലൊക്കെ ഇവരാണ് വാങ്ങിച്ചു കൊടുത്ത് ശീലിപ്പിക്കുന്നത്. പിന്നെ ആ ശീലമായി കഴിഞ്ഞ അഡിക്ഷനായി. അതിൽ ഷുഗർ ഉണ്ട്, കഫീൻ ഉണ്ട്. ദേ ആർ ഹാർംഫുൾ ഫോർ ദി ഹെൽത്ത്. ഇവർക്ക് റെസ്റ്റ്ലെസ് ആവും. പിള്ളേർ ഹൈപ്പർ ആക്റ്റീവ് ആവുന്നത് കൂടുതൽ ഷുഗർ കയറി കഴിഞ്ഞാൽ ദേ വിൽ ബി ഹൈപ്പർ ആക്റ്റീവ്. ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല, റെസ്റ്റ്ലെസ് ആവും. ഇതെല്ലാം ഹാബിറ്റ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ എന്റെ മകൻ ഇവിടെ വളർത്തി. അമേരിക്കയിൽ തന്നെയാണ്. അമേരിക്കയിൽ ഞാൻ ഒരുപാട് പേർക്ക് ഇവിടെ കൊക്കക്കോലയും പെപ്സിയും എല്ലാം വെച്ചിട്ട് ഞാനും കുടിക്കത്തില്ല. വീട്ടിൽ ഒരിക്കലും വാങ്ങിച്ച് ഫ്രിഡ്ജിലും വെച്ചിട്ടില്ല. അവനും കൊടുത്തിട്ടില്ല. അവൻ ആ കൂടെ ഉണ്ടെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്കുമായിരുന്നു പോരെ. അവൻ ആ ശീലം ഇപ്പോഴും 32 വയസ്സായി. ഇപ്പോഴും അത് തന്നെയാണ്. അവൻ നാരങ്ങ വെള്ളം കുടിക്കുന്നത് വീട്ടിലുണ്ട്. കണ്ണ ശരത്, ലൈം ജ്യൂസ് എടുക്കണ ബോട്ടിൽ. അവൻ എന്റെ കൂടെ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവൻ ഇന്ത്യയിലായിരുന്നു. എന്നിട്ട് അവിടെ നാരങ്ങ വെള്ളവും ഇത് കാണാമോ? ലെമണേഡ്. കേട്ടോ, ലെമണേഡ്. ഇതാണ് ഐ പ്രീച്ച് വാട്ട് ഐ പ്രാക്ടീസ്. ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് പറയാതെ ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ, നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇവർ ആകാശത്ത് നിന്ന് ഇങ്ങനെ പൊട്ടി വീണത് പോലെയാണ് പറയുന്നത്. നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. റൈറ്റ് ഫുഡ് ഹാബിറ്റ്സ്. അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കഫീൻ കോക്കിലും കൊക്കക്കോല, അതിൽ ഡയറ്റ് കോക്കാണെങ്കിൽ കൂടുതൽ കഫീൻ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഗുഡ്. ആൽക്കഹോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഫ്രൈഡ് ഫുഡ്സ്, എന്താ പിടിച്ചോ ഉള്ള എല്ലാ ചിപ്സും, മിക്സർ, അവിടുത്തെ ബേക്കറിയിലൊക്കെ എത്ര വിൽക്കുകയാണല്ലേ, എന്തെല്ലാം മിക്സർ, ബനാന ചിപ്പ്, അതിലെല്ലാം സാൾട്ടും എണ്ണയും എല്ലാം കൂടെ അടിച്ച് എല്ലാം കൂടെ കൂടിയിട്ട് പ്രഷറെല്ലാം കൂടിയിട്ട് ഡോക്ടറെ കണ്ട് ഡോക്ടർമാർക്കെല്ലാം ഹാപ്പിയാണ്. നിങ്ങൾ അങ്ങനെ കഴിക്കുമ്പോഴേ നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ. ജീവിച്ചു പോകണ്ടേ? ഡോക്ടർമാർക്ക് വല്ലപ്പോഴും ചിക്കൻ 65 മട്ടൺ 85 കഴിക്കണ്ടേ അലോപ്പതി ഡോക്ടർമാർക്ക്? അതുകൊണ്ട് ഇങ്ങനെ അസുഖങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇതെല്ലാം കഴിച്ച് നെഞ്ചിരിക്കലും എഞ്ചിൻ ഓയിൽ അതുകൊണ്ട്. ഓക്കെ മനോജ് കുമാർജി, അതെ, എഞ്ചിൻ ഓയിൽ ഇങ്ങനെ അത് വേറെ സൈഡില്. ഈ ആയുർവേദ അവിടുത്തെ ഉഴിക്കലും പിഴിക്കലും തടവിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, അതിനെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച് അതാണ് അവർ ഫ്രൈ ചെയ്യുന്നത്. വില കുറച്ച് കൊടുക്കും. അവതാരം ബാക്കിയുള്ളിടത്ത് എല്ലാം മറ്റേ സുഖ ചികിത്സയ്ക്ക് എണ്ണ എല്ലാം ഇട്ട് തടവിയ അതാണ് വെച്ചാണ് വാങ്ങിച്ച് കഴിക്കുകയാണ് വെച്ചാൽ കിട്ടുന്നത്. കേട്ടോ,
എന്തെല്ലാം പരിപാടികളുണ്ടെന്ന് അറിയാമോ നാട്ടില്? TVPM ആണ്, തട്ടിപ്പ് വെട്ടിപ്പ് വറ്റിപ്പ് മുഞ്ചിപ്പ്. ഇതാണ് ട്രിവാൻഡ്രത്തിന്റെ ഫുൾ ഫോം കേട്ടോ, TVPM. ഇങ്ങനെ ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള പല പരിപാടികളുണ്ട് അവിടെ. എനിവേ, ഫ്രൈഡ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, then artificial sweeteners. ഡയറ്റ് കോക്ക്, അപ്പൊ അതിൽ ഷുഗർ ഇല്ല, ഷുഗർ ഫ്രീ, സീറോ ഷുഗർ. അതിന് പകരമിടുന്ന അസ്പാർട്ടൈം വേറെ ആർട്ടിഫിഷ്യൽ, അത് ക്യാൻസറിന്റെ കൂടുതൽ ചാൻസ് ആണ്. ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ആൾട്ടർനേറ്റീവ്സ്, ദേ ആർ നോട്ട് സേഫ്. എവിടെ? അവിടെയാണ് ഞാൻ പറഞ്ഞത് സ്റ്റുപ്പിഡിറ്റി അല്ലേ? ലൈഫ് ഇസ് ഹാർഡ്, ഇറ്റ് വിൽ ബി ഹാർഡർ ഇഫ് യു ആർ സ്റ്റുപ്പിഡ്. ആ സ്റ്റുപ്പിഡിറ്റി കാരണമല്ലേ ഇതെല്ലാം എടുത്ത് കുടിക്കുന്നത്. ജോൺ വെയിൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണെങ്കിൽ ഒന്ന് എസ്സട്ടെ. ആ ജോൺ വെയിൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊട്ടേഷനാണ്. ഞാനിത് കുറഞ്ഞ ഒരു 30-40 തവണ പല ഡിഫറെന്റ് ഫോറത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ ജോൺ വെയിനിന്റെ കൊട്ടേഷൻ. ഇഫ് യു ലൈക്ക് ഇറ്റ്, ഇഫ് ഇറ്റ് ഇസ് ട്രൂ, then put yes, why in the chat box. Okay, പക്ക. Okay, good. സ്ട്രെസ് ഹോർമോൺസ് എന്തൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഓഡിയൻസിൽ മിക്കവരും ഏതെങ്കിലും ടോക്ക് ഇടുന്ന അറിയാം. 2 ഹോർമോൺസ് ആണ്, അഡ്രീനലിൻ ആൻഡ് കോർട്ടിസോൾ. നമ്മുടെ തോട്ട് തന്നെ അൺപ്ലസന്റ് തോട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ ബോഡി റിലീസ് ചെയ്യും അഡ്രീനലിൻ ആൻഡ് കോർട്ടിസോൾ. ഇത് രണ്ടിനുള്ള ദോഷം സിമ്പിൾ ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നത് അഡ്രീനലിൻ, ബ്ലഡ് പ്രഷർ കൂടും, ഹാർട്ട് റേറ്റ് കൂടും, ബ്ലഡ് ഷുഗർ കൂടും. കോർട്ടിസോൾ ആണെങ്കിൽ ബ്ലഡ് ഷുഗർ കൂടും ആൻഡ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. ഞാൻ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? ഇമ്മ്യൂണിറ്റി. ഇന്ന് അവിടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞത് കൊണ്ടാണ് നൈജീരിയയിലുള്ളവർക്ക് പോപ്പുലേഷൻ കേരളത്തിന്റെ 7 ഇരട്ടിയാണ്. 22 കോടിയോളം ഉണ്ട് നൈജീരിയ പോപ്പുലേഷൻ. വിദ്യാഭ്യാസ ലെവലും കൂടുതലില്ല, പ്രബുദ്ധരല്ല. പ്രബുദ്ധ നൈജീരിയ എന്ന് അവരൊന്നും പറയാറില്ല. ഇവിടെ നമ്മൾ പ്രബുദ്ധ കേരളം കേട്ടോ. പ്രബുദ്ധ നൈജീരിയ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ജയചന്ദ്രൻജി ഇല്ല. 22 കോടിയുള്ള അവിടെ നേരെ കൈയൊന്നും കഴിയത്തില്ല, എനിക്ക് ഹാൻഡ്സ് ഹൈജീൻ ഒന്നുമില്ല, ക്രൗഡിങ് എല്ലാം ഉള്ളു. ആ സമയത്ത് കോവിഡ് സമയത്ത് വാക്സിനായിട്ട് 30-35% പേർക്ക് വാക്സിൻ എടുത്തിട്ടുള്ളൂ. അവിടെ മൊത്തം മരിച്ചത് 5000-ന് താഴെ കോവിഡ് വന്നിട്ട്. പ്രബുദ്ധ കേരളത്തില് ഈ 3.5 കോടി മാത്രമേ ഉള്ളൂ ജനമുള്ളൂ. ഈ കൈയും കാലും എല്ലാം കഴുകി മാസ്കും ഫീസ്കും എല്ലാം ഇട്ട് വാക്സിനും ഒരു 3-4 എല്ലാം എടുത്തിട്ട് മരിച്ച എത്ര 75,000-ൽ കൂടുതൽ മരിച്ചു. ഇതറിയാമോ? അറിഞ്ഞുകൂടെങ്കിൽ നോ ഇട്ടേ. ഞാൻ ഈ പറയുന്ന ഫാക്ട് ചെക്ക് ചെയ്യണം. ഞാൻ പറയുന്നത് സംശയം ചുമ്മാ വിശ്വസിക്കണ്ട, ചുമ്മാ വിഴുങ്ങണ്ട. ഞാൻ ഈ പറയുന്നത് വെറുതെ വിഴുങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുക. ഈ പറഞ്ഞതെല്ലാം ഈ കിഴങ്ങൻ പറഞ്ഞത് ശരിയാണോ, ഈ അമേരിക്കയിലുള്ള കിഴങ്ങൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളത് മിക്കവാറും സംശയമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, കള്ളം പറഞ്ഞാൽ വിഴുങ്ങിക്കൊള്ളൂ. ഒന്ന് സംശയമുണ്ട് നോക്കുക. 22 കോടി 5,000 പേര്, 3 കോടി 75,000. ഇമ്മ്യൂണിറ്റി എന്താണ്? ഈ നേരത്തെ പറഞ്ഞ ഈ സ്ട്രെസ്സും റിയാക്ഷനും ഫിയറും ആങ്സൈറ്റിയും വരുമ്പോൾ കോർട്ടിസോൾ ഒരുപാട് റിലീസ് ചെയ്ത് കോർട്ടിസോൾ കൂടുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറയും. അതുകൊണ്ടാണ് ലോകത്ത് എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും പുതിയ വൈറസ് ആദ്യം വരുന്നത് കേരളത്തിലാണ്. നിപ്പ ആണെച്ചാലും കോവിഡ് ആണെച്ചാലും അത് ആദ്യം നോക്കുന്നത് ആരാണ്? ഇപ്പൊ ഇമ്മ്യൂണിറ്റി ഒട്ടും ഇല്ലാത്തത് പ്രബുദ്ധ മലയാളിയാണ്. ആദ്യം വരുന്നത് കേരളത്തിലാണ്. ശരിയല്ലേ? ശരിയാണെങ്കിൽ ഒന്ന് എസ്. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ എസ്. കാര്യങ്ങള് താങ്ക് യു നീത സാർഗഞ്ചി. ഇതിന്റെ കാരണം ഇതാണ്. ട്രീറ്റ് ദി കോസ്, നോട്ട് ദി എഫക്ട്. കോസ് ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സ്ട്രെസ് പ്രിവെൻഷൻ ആൻഡ് ടെർമിനേഷൻ സ്ട്രാറ്റജി. ഇനി എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്? ആദ്യം നോളജ്, തിങ്കിങ് സ്കിൽസ്, ചിന്തിക്കാൻ, വിവേകപൂർവം ചിന്തിക്കാനായിട്ടുള്ള ആ കഴിവ് വളർത്തണം. റൈറ്റ് ഡയറ്റ്, സജ്ജൻ മിത്ര. സജ്ജൻ എന്ന് പറഞ്ഞാൽ മറ്റേ നാട്ടിൽ പറയും സത്സംഗ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരായിട്ട് ഫ്രണ്ട്ഷിപ്പ്. നെഗറ്റീവ് ആയിട്ടുള്ളത് പേടിപ്പിക്കുന്ന ഒരു രീതി. അയ്യോ പനിയോ ഇത് നിസ്സാരമാക്കി കളയരുത് കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ, ആശുപത്രി പോ, മറ്റേതായിരിക്കും ഡെങ്കി ആയിരിക്കും. ഇങ്ങനെയുള്ള കമ്പനിയാണ് പോക്ക്, കുളമാക്കി തരും ജീവിതത്തിന് കംപ്ലീറ്റ് ആയിട്ട്. ഹ്യൂമർ, യെസ്, ചിരിക്കണം. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂടും. ഹ്യൂമറിന്റെ ഏറ്റവും വലിയ എന്ന് പറയുക IgE ലെവലൊക്കെ കൂടും. IgA IgE ലെവൽ. മിക്ക ഇൻഫെക്ഷൻ വരത്തില്ല. എനിക്ക് അവസാനം പനി വന്നിട്ട് എത്ര കൊല്ലായെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. എനിക്ക് പനി വന്നിട്ട് എത്ര കൊല്ലായെന്ന് മറന്നുപോയി.
കോവിഡ് സമയത്ത് ഒരു ഡോസ് വാക്സിൻ പോലും എടുത്തിട്ടില്ല. അമേരിക്കയിലാണ് 10 ലക്ഷം പേര് മരിച്ചിട്ടുള്ളത്. എടുത്തിട്ടില്ല. N95 മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ സൂപ്പർമാൻ ഒന്നും അല്ല. എന്റെ ഇമ്മ്യൂണിറ്റി ഈസ് പ്രിറ്റി സ്ട്രോങ്. ഡയറ്റും നല്ല ഡയറ്റേ കഴിക്കാറുള്ളൂ. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ദെൻ ഹ്യൂമർ, ദെൻ അവസാനം മ്യൂസിക് ആൻഡ് സോങ്സ്. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ കേൾക്കണം. നല്ല പാട്ടെന്ന് പറഞ്ഞാൽ പഴയ പാട്ടുകളുണ്ട് ഉഗ്രനായിട്ട് മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്നത് പഴയ സിനിമകളിലെ. ഞാനാണ് എനിക്ക് 3-4 ഭാഷ അറിയാവുന്ന മലയാള സിനിമയിലെ പാട്ട്, തമിഴ് സിനിമയിലെ പാട്ട്, ഇംഗ്ലീഷ് ഹിന്ദി സിനിമയിലെ പാട്ട്. റിലാക്സ് ചെയ്യാൻ ശരിക്കും. Laughter is the best medicine in the world. I can only say, don't be a victim of stress and distress. Just go out in the world and strive what you want to become. 16-ാമത്തെ വയസ്സിൽ ഡാൻസിൽ വളരെ താല്പര്യമുള്ള സുധാ ചന്ദ്രന്റെ ഒരു കാല് മുറിച്ചു മാറ്റി ഒരു ആക്സിഡന്റ് വന്നതിന് ശേഷം, ട്രാഫിക് ആക്സിഡന്റിൽ. അന്നും ചുറ്റുമുള്ളവരെല്ലാരും അയ്യോ പാവം കേട്ടാ, ഇനി എന്ത് ചെയ്യും കേട്ടാ. ഒന്ന് പുള്ളിക്കാർ പറഞ്ഞു എനിക്ക് ഡാൻസ് ചെയ്യണം. അയ്യോ അതൊന്നും നടക്കത്തില്ല കേട്ടാ, ഈ കാല് മുറിഞ്ഞ ശേഷം നടത്തും ഡാൻസ് എന്ന് പറഞ്ഞാൽ വല്ലതും ഇത് വേണ്ടേ. ജയ്പൂർ അവിടെ ചെന്നിട്ട് ആർട്ടിഫിഷ്യൽ ലിംബിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വേണമെന്ന് പറഞ്ഞ് പുള്ളിക്കാർ വാശി പിടിച്ചു, അതിന് ചെയ്യിപ്പിച്ചു. അത് ഡാൻസ് ചെയ്യുമ്പോൾ അവിടെ വേദനയും ബ്ലീഡിങ് എല്ലാം വരും. എന്തിന് ഇവരുടെ നീ ടോർച്ചർ ചെയ്യുന്നു? ഇതാണ് നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും എപ്പോഴും ഡിസ്കറേജ് ചെയ്യാനുള്ളത്. ബട്ട് ഹെർ ഫാദർ, പുള്ളിക്കാർ അക്നോളജ് ചെയ്തിട്ടുണ്ട്, ഹെർ ഫാദർ സപ്പോർട്ട് ചെയ്തു. ആൻഡ് നൗ വി നോ എത്ര സക്സസ്ഫുൾ ആയി സുധാ ചന്ദ്രൻ. ആ സ്ട്രെസ് ഡിസ്ട്രെസിനെ കണ്ടിട്ട് അവിടെ റിയാക്ഷൻ അല്ല, he wanted to do how, തിങ്ക് ചെയ്യാണ് എങ്ങനെ ചെയ്യാം, അതിനൊരു ഫ്ലെക്സിബിൾ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ചെയ്തത്. ഇത് ക്ലിയർ ആയോ? ഇൻട്രസ്റ്റിംഗ് ആണോ? ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ എന്നിട്ടേ. ഇതാണ് റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഞാൻ പറഞ്ഞില്ല കഥകളെല്ലാം റിയൽ, ഇതാണ് ചുമ്മാ കയറിയതല്ല പറയുന്നത് ഒരു ടോക്കിന്. ദെൻ കംസ് കിറ്റെക്സ് സാബു. അധികം സമയമില്ല പറയാം. കിറ്റെക്സ് സാബു ഹൈലി സക്സസ്ഫുൾ. കിഴക്കമ്പലത്ത് കോടിക്കണക്കിനെല്ലാം ബിസിനസ് നടക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാ പിടിച്ചോ, കിറ്റെക്സ് സാബുവിന് സ്ട്രെസ്സർ ആരാണ്? മന്ത്രി രാജീവ് വന്നപ്പോൾ എന്താണ്? ഇതെല്ലാം ഫാക്ടാണ്, ചെക്കാന്നുള്ളതേ ഉള്ളൂ. അവിടെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് വന്നിട്ട് ഇഷ്ടപ്പെടുന്നില്ല. മറ്റേ അങ്ങേര് ബൂർഷ്വായി, നമ്മുടെ ഇത് അങ്ങനെ, അത് ബൂർഷ്വയ്ക്ക് നമ്മൾ എതിരാണ്, ക്യാപിറ്റലിസ്റ്റിന് എതിരാണ്. എന്നാ പിടിച്ചോ, റെയ്ഡ് 12 റെയ്ഡാണ്. മറ്റേ പൊല്യൂഷൻ ബോർഡ് മറ്റേത് മറിച്ചത്. അങ്ങേരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങേർക്ക് 10,000 കോടി കാലിട്ടുണ്ട്, അങ്ങേർക്ക് എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ എന്നാ പിടിച്ചോ, തിങ്ക് ചെയ്തത്. അങ്ങനെ നേരെ എന്നാ പിടിച്ചോ, എല്ലാ ചാനലിലും പറഞ്ഞു ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ ഐ മേ ഗോ ടു സം അതർ സ്റ്റേറ്റ്. എന്നാ പിടിച്ചോ, തെലുങ്കാനയിലെ KT രാമറാവു ഉടനെ തന്നെ വിളിച്ചേച്ച് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലെയിൻ അയച്ച് ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് സ്ഥലമെല്ലാം കൊടുത്തു. അവിടെ 3,000 കോടി അവിടെ 10,000 പേർക്ക് അവിടെ ജോലിയായി. അങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് വലിയ സക്സസ്ഫുൾ ആണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ സ്ട്രെസ്സർ ആരായിരുന്നു? മന്ത്രിയുടെ രൂപത്തിൽ വന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിൽ വന്നു. എങ്ങനെ അത് ഡീൽ ചെയ്തു? തളർന്നു പോയില്ല. അതാണ് പഠിക്കേണ്ടത് സാബുവിന്. ഇനിയും തീർന്നില്ല. സാബുവിന് ആ സ്ട്രെസ് കഴിഞ്ഞ പുതിയ സ്ട്രെസ് വന്നു. എന്താണ്? എന്നാ പിടിച്ചോ, താരിഫ്. ഈ താരിഫിന്റെ വന്നപ്പോ എന്തായി? 50% താരിഫ്. എല്ലാം അവരെല്ലാം 100% അമേരിക്കക്കാണ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാ പിടിച്ചോ, കംപ്ലീറ്റ് നിന്നു. ഫാക്ടറി തന്നെ എല്ലാം നിർത്തേണ്ടി വന്നു. ഓപ്പറേഷൻസ്, മാനുഫാക്ചറിങ്. ഒരു ദിവസം 10 ലക്ഷം കുഞ്ഞുടുപ്പാണ്, ബേബി ഡ്രസ്സാണ്. എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും? പുള്ളി വിട്ടില്ല. അവിടെ ഇനി എന്ത് ചെയ്യാം? നോക്കി ഇന്ത്യയിൽ എത്ര മാർക്കറ്റ് ഉണ്ട് അപ്പോഴാണ് നോക്കുന്നത്. ഇന്ത്യയിൽ തന്നെ 900 കോടിയുടെ മാർക്കറ്റാണ്. ആഹാ, എന്നാ നോക്കട്ടെ. പുള്ളി കിഴക്കമ്പലത്തിന്, അതാണ് ആ ഷോറൂം ഞാൻ കാണിച്ചത്. ചുമ്മാ ഒരെണ്ണം തുറന്നു വെച്ചു, ഇങ്ങനെ ഉണ്ടെന്ന് പോകുന്നവർക്ക്. ഓരോ ദിവസം 10 ലക്ഷത്തിന്റെ ബിസിനസ്, ഒരു മാസം 2.5 കോടി. ആ പുള്ളി പറഞ്ഞു ഞാനിപ്പോ ഈ കേരളത്തിൽ തന്നെ ഒരു 100 ഔട്ട്ലെറ്റ് തുടങ്ങും, ഇന്ത്യയിൽ 1000, ഗൾഫിൽ 50. അതിന് പുള്ളി പറഞ്ഞ എനിക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു ട്രംപ്. ഇങ്ങനെ ആയത് കാരണം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി. ഇതിൽ കൂടുതൽ ലാഭമുണ്ട്, 3 ഇരട്ടി ലാഭം കിട്ടുമെന്ന് വരെ. സോ സ്ട്രെസ്സിനെ, ഡിസ്ട്രെസ്സിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾ. ഇത് കൺവിൻസ്ഡ് ആയോ? കൺവിൻസ്ഡ് ആണെങ്കിൽ സി എന്നിട്ടെ, 2 C ഇട്ടെ. റിയൽ എക്സാമ്പിൾ ആണിത്. ഹരിത ഷോറും അവിടെ കിഴക്കമ്പലത്ത് തുടങ്ങിയത് സാബു ജേക്കബ്. നമ്മുടെ ഉള്ളൂർ പരമേശ്വരൻ പറഞ്ഞാണ് നമുക്ക് നാമെ പണിവത് നാഗം നരകവും അതുപോലെ. അതായത് നമ്മുടെ മൈൻഡാണ് ഹെവനും ഹെല്ലും, നമ്മുടെ തോട്ട്സ് ആണ്. ഓക്കെ, സി പവർ ഓഫ് ദി പോസിബിൾ. താങ്ക് യു മാസിജി. സോ അങ്ങനെ ഉള്ളൂർ അന്നേ പറഞ്ഞു നമുക്ക് നാമെ പണിവത് നാഗം നരകവും അതുപോലെ. ഫാക്ട്സ്, എവിഡൻസ്, നോളജ്.
FEK won't do any good if you don't apply them. ഞാൻ ഇതെല്ലാം പറഞ്ഞു, ഇതെല്ലാം കേട്ടു, എല്ലാം കേട്ടിട്ട് ഇതിൽ ഒന്നുപോലെ അപ്ലൈ ചെയ്യാത്തവരായിരിക്കും ചിലർ. കൊള്ളാം കേട്ടാ ഡോക്ടർ, ടാക്ക് നന്നായിരുന്നു കേട്ടാ, എല്ലാം കൊള്ളായിരുന്നു കേട്ടാ, പറഞ്ഞെല്ലാം ശരിയാണ്, പക്ഷേ ഒരു പക്ഷേ എടുക്കും. പക്ഷേ എന്നൊരു വാക്ക് ഉപയോഗിച്ച് അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൊള്ളാം അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതിൽ അവർ അതിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടിക്കും. അത് പക്ഷേ ഇത് ഒരു 20 വർഷത്തിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം ശരിയാവുമായിരുന്നു. ചിലർ പറയുന്നത് അങ്ങനെയാണ്. എൻ്റെ അടുത്ത് പറയുന്നത്, ഡോക്ടർ പറഞ്ഞേക്കേ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും ഇനിയിപ്പോ ഈ 26 പ്രായം നമ്മൾ റിട്ടയർഡായി, ഇനിയിപ്പോ എന്ത് ചെയ്യാനായിട്ട് കേട്ടോ, എല്ലാം പോയി. ചെറുമക്കളെങ്കിൽ നേരെ വളർത്താമല്ലോ. ഇല്ല. സോ ഫാക്ട്സ്, എവിഡൻസ് ആൻഡ് നോളജ് ദേ ആർ യൂസ്ലെസ് ഇഫ് യു ഡോണ്ട് അപ്ലൈ ദം. അടുത്ത ആഴ്ച വ്യാഴാഴ്ചത്തേതാണ് ബുള്ളറ്റ് പ്രൂഫ് മൈൻഡ്. അത് കഴിഞ്ഞാൽ എനഫ് ഇസ് എനഫ്. സെയിം നമ്പർ. എനിവേ ഇനിയും 3 മിനിറ്റ് ഉണ്ട്. 3 മിനിറ്റ് പിന്നെയും വേണമെച്ചാൽ മറിയാം മജി എല്ലാം സമ്മതിക്കുകയാണെച്ചാൽ ഒരു അടുത്തൊരു 5 മിനിറ്റ് കൂടെ ഡിസ്കഷൻ ആകാം. ഞാൻ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഡോക്ടർ ധനേഷ് എസ്പെഷ്യലി ഫോർ ഇതിന്. ഇദ്ദേഹമാണ് ഒരു 3-4 ദിവസം മുമ്പ് എനിക്ക് വാട്സാപ്പ് അയച്ചു, ഞായറാഴ്ച ഒരു ടാക്ക് കൊടുക്കാമോ മലയാള സെഷന്. യെസ്, ആൻഡ് ഇഫ് ഐ ഹാവ് entertained, enlightened and empowered, ഒരു EEE ഇട്ടെ വാട്സാപ്പിൽ. ഞാൻ പറഞ്ഞതാണ്, എന്റെ പ്രോമിസ് ആണ്, വാഗ്ദാനം. ഇലക്ഷനിൽ ഓർത്തന്നെ ഗരീബി ഹട്ടാവോ, ഒരു ഗരീബിയും പോകത്തില്ല, ഒന്നും പോകത്തില്ല. ഓക്കെ മനോജ് കുമാർജി, ഞാൻ കൊടുത്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും, അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ മനോജ് കുമാർജി, താങ്ക് യു. നീത സാരംഗൻജി, എനി ക്വസ്റ്റ്യൻസ്, എനി കമന്റ്സ്, യു ആർ ഫ്രീ ടു ആസ്ക് മീ. 2 മിനിറ്റ് ഉണ്ട്. നന്ദി സാറേ. ഇനിയുള്ള ഒരു 5 മിനിറ്റ് സാറിനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അഭിപ്രായം പറയുന്നതിന് ഉള്ള സമയമാണ്. ഹാൻഡ് റൈസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഞാൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് ചോദിച്ചാണ്. മറ്റേ ഒരു സിനിമയിൽ അയാൾ കഥ എഴുതുകയാണെന്ന് സിനിമയിൽ മോഹൻലാൽ പറയും, ചോദിച്ചു പോവാം കേട്ടോ, വഴി തെറ്റായിരിക്കാനായിട്ട് ചോദിച്ചു പോവാം. ഞാൻ അതുപോലെ ചോദിച്ചാണ് പല കാര്യങ്ങളും അറിഞ്ഞ് ആണ് മുന്നോട്ട് പോകുന്നത്. ആസ്മി ശാലിനിജി, ചോദിക്കൂ. ആദ്യത്തെ ചോദ്യം വരട്ടെ, ഒരു ഗുണ്ട് ചോദ്യം. അടുത്ത മറിയാമ്മജി ചോദിക്കൂ. ഒരു ഓക്കെ മനോജ് കുമാർജി, മറിയാമ്മജി ഒരു ഗുണ്ട് ചോദ്യം ചോദിക്കൂ. ശാലിനി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യുന്നു. അൺമ്യൂട്ട് ചെയ്യാം സർ ഡോക്ടറെ. ഇങ്ങനെ ആലോചിക്കുന്നതിനിടയ്ക്ക് മറിയാമ്മജി തുടങ്ങൂ. ആരെങ്കിലും ഒരാൾ തുടങ്ങിയാൽ മതി, പിന്നെ ബാക്കിയില്ല. ആദ്യം കല്ലെറിയുന്നവരാരെന്നും മാത്രം നോക്കിക്കൊണ്ടിരിക്കും. മിക്കവരും കല്ലെറിയണമെന്നുണ്ട്, പക്ഷെ കല്ലെറിയത്തില്ല. ചില ആരെങ്കിലും ഒരാൾ ആദ്യം കല്ലെറിയത്തില്ല. എന്താണ് പറയുന്നത് സാർ. മറിയാമ്മജി അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ധനേഷ് ജി അല്ലെങ്കിൽ മനോജ് കുമാർജി ചോദിക്കൂ ഒരു ചോദ്യം. നമ്മുടെ മനപ്രയാസം വന്നാലേ പെട്ടെന്ന് മാറാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകൂടെ ക്ലിയർ ആയില്ല. പെട്ടെന്ന് മനപ്രയാസം ഉണ്ടായി കഴിഞ്ഞാല് അത് പെട്ടെന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെയാണ് ആൻസർ. പെട്ടെന്ന് മാറുന്നത്, ചില മനപ്രയാസം എല്ലാം പെട്ടെന്ന് മാറാൻ പറ്റും. എന്നുവെച്ചാല് ഒരാള് നമ്മളെ കയറി വളരെ അപവാദം, അലിഗേഷൻ, ഫാൾസ് അലിഗേഷൻ, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ഇത്ര അപവാദങ്ങൾ വളരെ കോമൺ ആണ്. നമ്മളെ കുറിച്ച് മോശമായിട്ട് ഇല്ലാത്തതും ഇതും കള്ളവും എല്ലാം വേറെ പറഞ്ഞു വെച്ചാല് അവിടെ ഒറ്റ ചോദ്യം, മറ്റേ ബുദ്ധൻ പണ്ട് പറഞ്ഞ ഒരു അഡ്വൈസ് ആണ് ധനേഷ് ജി. ശ്രീ ബുദ്ധൻ പണ്ട് പറഞ്ഞു, ഇഫ് സംബഡി സേ സംതിങ് ബാഡ് തിങ്സ് അബൌട്ട് യു, ഇഫ് ഇറ്റ് ഈസ് ട്രൂ then don't get angry, don't get upset. പറഞ്ഞ ശരിയല്ലേ? പറഞ്ഞ ശരിയാണല്ലോ. അവൻ അപ്സെറ്റ് ആകരുത്. എന്തിനു അപ്സെറ്റ് ചെയ്യുന്നു? പറഞ്ഞ കള്ളമാണ്, അപ്പോഴും അപ്സെറ്റ് ആകരുത്. എന്തിനു നിങ്ങൾ ഇതാകുന്നത്? അയാൾ പറഞ്ഞ കള്ളമല്ലേ? അതെ. ഇപ്പൊ എന്നെ തന്നെ നോക്കിയിട്ട് ധനേഷ്, ഇയാള് വെറും തെണ്ടിയാണ്,
എന്ന് വിളിച്ചു വെച്ചു. എന്നെ നോക്കി, മുഖത്ത് നോക്കി. അപ്പോഴും ഞാൻ തന്നെ ആലോചിക്കും, ഞാൻ തെണ്ടിയാണോ? അപ്പോൾ അല്ല, പിന്നെ ഇത് ഞാൻ ചൂടാകണം. അയാൾ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ തെണ്ടി ആവുമല്ലോ. ഞാൻ തെണ്ടിയാണോന്ന് വെച്ചു. അയാൾ പറഞ്ഞു ശരിയല്ലേ? ദിനേശ് ആൻസർ കിട്ടിയോ ഇമ്മീഡിയറ്റ് ആയിട്ട്? മനസ്സിലായി. അത് ആലോചിക്കുക, ആ പറയുന്ന സിറ്റുവേഷൻ. പിന്നെ വേറെ ചിലതാണ് വെച്ചാല് എങ്ങനെ അവിടെയാണ് നമ്മുടെ ആ മറ്റേ ഇത് നമ്മുടെ കീറ്റെക്സിന്റെ സാബുവിന്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തതാണ്. ഇത്രയും വലിയൊരു ചലഞ്ച് വന്നപ്പോൾ പുള്ളി അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ദി സെയിം വേ ചൗക്കിദാർ ചോർ ഹേ 2019 കേട്ടോ ദിനേശി? കേട്ടല്ലോ, ചൗക്കിദാർ ചോർ ഹേ. അപ്പൊ ആരെയാണ്? മോഡി കള്ളനാണെന്നുള്ളത്. ഞാൻ കള്ളനല്ല എന്നല്ല പുള്ളി പറഞ്ഞു വന്നത്. പുള്ളി എന്തെന്നറിയാം, ആ BJP എല്ലാ മന്ത്രിമാരും എല്ലാവരും അവരുടെ അന്നത്തെ ട്വിറ്ററിൽ ടാഗ് ഇട്ട് ചൗക്കിദാർ നിർമ്മല സീതാരാമൻ, ചൗക്കിദാർ കേട്ടോ, ജയശങ്കർ, എല്ലാവരും ചൗക്കിദാറായി പേരിട്ടു. ഞങ്ങളെല്ലാം ചൗക്കിദാർ തന്നെ. അപ്പൊ അതിനെല്ലാം പോയി. നമ്മൾ ചിലപ്പോൾ കയറി ഇല്ല എന്ന് പറയാൻ പൊക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഡിഫെൻസീവ് ആവരുത്. ക്ലിയർ ആയോ ദിനേശി? തീർച്ചയായും സാർ. അതേപോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് വളരെ റിയൽ ഇതിന്റെയൊക്കെ ആ എണ്ണ യൂറോപ്പിലെ പ്രസ് കോൺഫറൻസിൽ 2022 യുക്രൈൻ റഷ്യ യുദ്ധം മറിയാൻ വെച്ചാൽ അധികം സമയം എടുക്കത്തില്ല, 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. അവിടെ ഇരിക്കുന്നതിന് മിക്കവരും വേറെ ജോലിയൊന്നും ഇല്ല കേട്ടോ. മിക്കവരും അവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഒരു ധൃതിയായിട്ടൊന്നുമില്ല, ചെന്നൈക്ക് നേരെ കാര്യങ്ങൾ സാധിക്കാനൊന്നുമില്ല. കാരണം കേൾക്കാം, 2022 ഉക്രൈൻ റഷ്യ യുദ്ധം വന്നു. ഉടനെ അപ്പോഴാണ് പെട്ടെന്ന് റഷ്യ വാസ് ഓഫറിങ് എണ്ണ വളരെ വില കുറച്ച്. അതിനു മുമ്പൊക്കെ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെർച്വലി 1% പോലും ഇല്ല. ഉടനെ നമ്മൾ അവിടേക്ക് നാടിന് അത്രയും ലാഭമല്ലേ. ഇപ്പൊ എത്ര $27 ബില്യൺ ആണ് ഈ 3 കൊല്ലം കൊണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിച്ചു തരണം. $27 ബില്യൺ. ഉടനെ എണ്ണ നമ്മൾ വാങ്ങിക്കാൻ തുടങ്ങി. ഉടനെ യൂറോപ്പിൽ പുള്ളി പോയപ്പോൾ അത് കാണണം. ഞാൻ അത് 3-4 തവണ കണ്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ജയശങ്കറിന്റെ അടുത്ത് പഠിക്കണം കുറേയൊക്കെ, എങ്ങനെയാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നുള്ളത്. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ പറയാണ്, ഇന്ത്യ ഈസ് ഫണ്ടിങ് ദി യുക്രൈൻ വാർ. യു ആർ ഫണ്ടിങ് റഷ്യക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കൊടുക്കുന്നതാണ് ആ പുടിൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു. ഉടനെ ഫാക്ട് വേണം, ആദ്യം നോളജ്. നേരത്തെ ഞാൻ പറഞ്ഞെന്താണ് ഡീൽ ചെയ്യാനായിട്ട്? നോളജ് വേണം. ഉടനെ ജയശങ്കർ പറഞ്ഞാണ്, ഞങ്ങൾ എണ്ണ വാങ്ങിക്കുന്നു, ശരിയാണ്. ഞങ്ങൾ ഒരു മാസം വാങ്ങിക്കുന്ന എണ്ണ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ബില്യൺസ് ഓഫ് ഡോളർ, ഇത്രയും ബില്യൺ ആണെന്നുണ്ടെങ്കിൽ അത്രയും ബില്യൺ ഈ യൂറോപ്പ് റഷ്യയിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് വാങ്ങിക്കുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം മാത്രം അത്രയും സ്പെൻഡ് ചെയ്യാണ്. ഹാഫ് എ ഡേ the Europe is buying natural gas from Russia, which is the same as that one. അപ്പം ഒരു മാസം എത്രയായി? 60 ഇരട്ടിയായില്ലേ? ഇന്ത്യ വാങ്ങിക്കുന്നതിന്റെ 60 ഇരട്ടിയാണ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത്. And now who is funding the war? അങ്ങോട്ട് ചോദ്യം, മറു ചോദ്യം പറ, ആരാണ് റഷ്യക്ക് ഈ വാറിന് ഫണ്ട് ചെയ്യുന്നത്? ചോദ്യം ചോദിച്ച ആള് കംപ്ലീറ്റ് വായിൽ സിപ്പിട്ട് കൊടുത്തു. പോരെ ദിനേശി? ഉഗ്രൻ മറുപടി. അതിന് മനസ്സിലായി മനോജ് കുമാർജി. യൂറോ എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന് മിക്കവർക്കും അറിയാത്ത കാരണം ഇവര് ഡോളറിനെ മിക്കപ്പോഴും പറയാറുള്ളൂ കേട്ടോ. യൂറോ എന്ന് പറഞ്ഞാൽ മിക്കവർക്കും ഒരു പിടിയും കിട്ടത്തില്ല. ഡോളർ അറിയാം മിക്കവർക്കും. എനിവേ, ദാറ്റ് ഈസ് ഹൗ. ഐ എം എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ജയശങ്കർ. എവിടെ ഇന്റർവ്യൂ പോയാൽ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടേ പുള്ളി പോകത്തുള്ളൂ. ചുമ്മാ ചെന്ന് വായി തോന്നിയ പോലെ ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. നമ്മുടെ അവിടുത്തെ ചാനൽ ചർച്ച ഒന്നും നോക്കരുത്. നിങ്ങളുടെ ആരോഗ്യം നന്നാകണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ അവിടുത്തെ കേരളത്തിലുള്ള മലയാളം മീഡിയത്തിലുള്ള മാപ്രകളുടെ എല്ലാം ഈ ചാനൽ ചർച്ച നോക്കി സമയം കളയുന്നതിന് പകരം ഇടയ്ക്ക് മറിക്ക് സമയം കിട്ടുകയാണെന്ന് വെച്ചാൽ ഈ എന്റെ വീഡിയോ ഇതൊക്കെ വാച്ച് ചെയ്യുക. 2-3 തവണ വാച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടും കേട്ടോ. നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏറ്റവും വായിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പുസ്തകം ഞാൻ പറഞ്ഞുതരാം, മിക്കവരും വായിക്കാണത്തില്ല. KP കേശവമേനോൻ, മാതൃഭൂമിയുടെ ആദ്യത്തെ ഒരു ഫൗണ്ടിങ് ഇതാണ്, പത്രാധിപനാണ്, എഡിറ്റർ എന്തോ ആണ്. പുള്ളി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പുള്ളിയുടെ ബുക്കാണ് നാം മുന്നോട്ട്. വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോ നെറ്റെ. നാം മുന്നോട്ട്.
വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ ഇട്ട്. മനോജ് കുമാർജി ഒരു 150-200 രൂപ വരത്തുള്ളൂ. അവിടുത്തെ മാതൃഭൂമി അവിടെ ഏതെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടും. വർത്ത് റീഡിങ്. അത് ഒരു 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് വായിക്കാം. ഞാനത് വായിച്ചിട്ടുണ്ട്. എക്സലന്റ്. നാം മുന്നോട്ട് വായിക്കണം. അത് എത്ര കാലമായാലും എപ്പോഴും അതിന് ഇതുണ്ട്, ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം ശാലിനി night. ഡോക്ടർ സാറിനൊരു നന്ദി പറയണേ. ശാലിനി ഡോക്ടറെ, ആ ശാലിനി ഡോക്ടർ. ഇത്രയും നേരം ഞങ്ങളെ ഇത്രയും ടെൻഷനൊക്കെ മാറ്റി സന്തോഷത്തോടെ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ടെൻഷൻ കുറച്ച് ഇനി ഉറങ്ങാൻ സന്തോഷത്തോടെ ഉറങ്ങാൻ തന്നു. സഹായിച്ചതിന് സാറിന് ഒരുപാട് നന്ദി. സന്തോഷം. ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് നന്ദി സർ. ശാലിനി ഡോക്ടറെ. ഗുഡ് നൈറ്റ്. പതിവ് പോലെ വളരെ സരസമായി മനപ്രയാസങ്ങൾ എന്ന വിഷയം അവതരിപ്പിക്കുകയും ഡിസ്ട്രസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് വളരെ ലളിതമായി പറഞ്ഞു തരികയും ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ 1875 പ്രതിദിന സൂം വെബിനാർ വളരെ സന്തോഷകരമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ദീപാവലി ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.